Thank you. Good afternoon all. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ എക്സാമിനേഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടിയും നല്ല ടൈംസിൽ പറയുകയാണെങ്കിൽ കോഴ്സ് ഇവാലുവേഷൻ. ഓക്കെ, കോഴ്സ് ഇവാലുവേഷനെ പറ്റിയിട്ടാണ് നിങ്ങളുമായിട്ട് ഇതിൽ ഷെയർ ചെയ്യുന്നത് ഈ സെഷനിൽ. കോഴ്സ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ചെയ്യുന്നത് നിങ്ങൾ പല പ്രോഗ്രാംസിൽ അഡ്മിഷൻ കിട്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. BSc ഫിസിക്സ് പ്രോഗ്രാമിലുള്ളവർ ഇവിടെയുണ്ട്, അതുപോലെ മാത്തമാറ്റിക്സ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തവരുണ്ട്, ഹോട്ടൽ മാനേജ്മെൻറ്റുകാരുണ്ട്. അപ്പം അങ്ങനെ പല പ്രോഗ്രാംസിൽ നിങ്ങൾ ഓരോ സെമസ്റ്ററിലും ചില സ്പെസിഫിക് നമ്പർ ഓഫ് കോഴ്സസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ കോഴ്സസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് അതിൻ്റെ നിങ്ങൾ ഒരു കോഴ്സ് നിങ്ങൾക്ക് എന്ത് ഗ്രേഡ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണത് പാസ്സാവുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോളേജ് നമുക്കറിയാം, ഇറ്റ്സ് എൻ ഓട്ടോണമസ് കോളേജ്. നമ്മുടെ കോളേജ് 2015 ഓട്ടോണമസ് ആയത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ഓട്ടോണമസ് ആയതുകൊണ്ട് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഓട്ടോണമസ് സ്റ്റാറ്റസ് നമ്മുടെ കോളേജിന് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 റൈറ്റുകൾ ഇതാണ്. ഒന്ന്, നമ്മളുടെ അഡ്മിഷൻസ് നമ്മുടെ കോളേജ് തന്നെയാണ് നടത്തുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റ് വഴി ആണ് അഡ്മിഷൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ നമ്മൾ അഫിലിയേറ്റഡ് ആണ് നമ്മുടെ കോളേജ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ റെഗുലേഷൻസ്, റൂൾസ്, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ റൂൾസൊക്കെ അനുസരിച്ച് നമ്മൾ അഡ്മിഷൻസ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സിലബസ്. ഓരോ പ്രോഗ്രാമിൻ്റെയും സിലബസ് ഫ്രെയിം ചെയ്യാനായിട്ട് നമ്മളുടെ കോളേജിൽ തന്നെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്. ബോർഡ് ഓഫ് സ്റ്റഡീസ് എല്ലാ എക്സ്പേർട്സ് ആണ് നമ്മളുടെ സിലബസ് ഫ്രെയിം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റായിട്ട് അഫിലിയേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ സിലബസ് എടുത്ത് അതിനകത്ത് 20% വരെ ചേഞ്ചസ് വരുത്താനുള്ള റൈറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സിലബസ് കുറേയും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും നമുക്ക് സാധിക്കും. പിന്നെ വരുന്നത് നമ്മളുടെ എക്സാമിനേഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ കോളേജിൽ തന്നെയാണ്. ഓക്കെ, കോളേജ് തന്നെയാണ് എക്സാമിനേഷൻസ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതും കണ്ടക്ട് ചെയ്യുന്നതും വാല്യൂ ചെയ്യുന്നതും റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന റിസൾട്ട്സ് നമ്മൾ ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകൾ അല്ലെങ്കിൽ ഗ്രേഡുകൾ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. ഡിഗ്രി അവാർഡ് ചെയ്യുന്നത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ബിക്കോസ് നമ്മുടെ കോളേജ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. ഡിഗ്രി അവാർഡ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ നമ്മുടെ മാർക്കുകൾ അല്ലെങ്കിൽ മാർക്ക് കാർഡ് അല്ലെങ്കിൽ ഗ്രേഡ് കാർഡൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ കോളേജ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോണമസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേയധികം കോഴ്സുകൾ ഉണ്ടായിരിക്കും. ഓരോ സെമസ്റ്ററിലും ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് കോഴ്സസ് ഉണ്ട്. അങ്ങനെ 6 സെമസ്റ്റേഴ്സാണ് ഒരു പ്രോഗ്രാം വരുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കോഴ്സുകളാണ് നമ്മൾ ഓരോ സെമസ്റ്ററിൽ നമ്മൾ ചെയ്യുന്നത്. ഏതൊക്കെ കോഴ്സുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ കോഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ്, അതുപോലെ മലയാളം, ഹിന്ദി, അങ്ങനെയുള്ള സെക്കൻഡ് ലാംഗ്വേജ്, സാൻസ്ക്രിറ്റ് പോലെയുള്ള സെക്കൻഡ് ലാംഗ്വേജ്. ഇതിനൊക്കെ കോമൺ കോഴ്സ് എന്നാണ് നമ്മൾ പറയാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് എല്ലാ പ്രോഗ്രാമിലും ഇത് കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കോമൺ കോഴ്സുകളുണ്ട്. പിന്നെ വരുന്നത് കോർ കോഴ്സ്. നിങ്ങൾ ഏത് പ്രോഗ്രാമിനാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മെയിൻ
കോഴ്സുകൾ, അതിനെയാണ് കോർ കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ആ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോംപ്ലിമെൻ്ററി കോഴ്സ്. ഓക്കെ, കോംപ്ലിമെൻ്ററി കോഴ്സുകളുണ്ട്. പിന്നെ വരുന്നത് ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് 5th സെമസ്റ്ററിലാണ് നിങ്ങൾക്കത് പഠിക്കാനുള്ളത്. ഓപ്പൺ കോഴ്സ് ഉണ്ട്. പിന്നെ ഓഡിറ്റ് കോഴ്സ്, ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് ഫസ്റ്റ് 4 സെമസ്റ്റേഴ്സിൽ ഒരു ഓഡിറ്റ് കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്തരം കോഴ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ തരത്തിലുള്ള കോഴ്സുകൾ നമുക്ക് പഠിക്കണം. കോമൺ കോഴ്സുകൾ, കോർ കോഴ്സ്, കോംപ്ലിമെൻ്ററി കോഴ്സ്, ഓഡിറ്റ് കോഴ്സ്, അതുപോലെ തന്നെ ഓപ്പൺ കോഴ്സ്. ഓഡിറ്റ് കോഴ്സ് ആദ്യത്തെ 4 സെമസ്റ്ററിലാണ് വരുന്നത്. അതിന് നമുക്ക് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസ് ഇല്ല. നിങ്ങൾ ഓൺലൈനായിട്ടും മറ്റും നിങ്ങൾക്ക് അതിനുള്ള കോഴ്സ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അത് നിങ്ങൾ സ്വയം പഠിക്കേണ്ടതാണ്. ടീച്ചേഴ്സ് പഠിപ്പിക്കില്ല, ക്ലാസ് റൂം ലെക്ചേഴ്സ് ഉണ്ടായിരിക്കില്ല. അതിനകത്ത് നിങ്ങൾ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അതിനകത്ത് നിങ്ങൾ മിനിമം പാസ് മാർക്ക് നേടിയിരിക്കണം. ഓക്കെ, അത് ഫൈനൽ CGPAയിൽ അത് കൗണ്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ കോഴ്സുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. മാൻഡേറ്ററി ആയിട്ട് ഓഡിറ്റ് കോഴ്സുകൾ ചെയ്യണം. ഓക്കെ, ഇനി ഈ ഇവാലുവേഷൻ എങ്ങനെയാണ് നടത്തുന്നത്? നമ്മൾ പലതരത്തിലുള്ള കോഴ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ കോഴ്സിൻ്റെയും ഇവാലുവേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അതിനകത്ത് 2 പാർട്ടുണ്ട്. ഒന്ന് ഒരു ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, ഇൻറ്റേർണൽ മാർക്സ് എന്ന് പറയുന്ന ഒരു പാർട്ട് വരും. പിന്നെ അതുപോലെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ, എക്സ്റ്റേണൽ മാർക്സ്. 2 പാർട്ടായിട്ടാണ് ഇതിൻ്റെ ഇവാലുവേഷൻ നടക്കുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ മാർക്സ് നിങ്ങൾക്കറിയാവുന്നതാണ്. സ്കൂളുകളിൽ നിങ്ങൾ പഠിച്ചപ്പോൾ +2-ലായാലും ഇൻറ്റേർണൽ മാർക്സ് ഉണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ മാർക്സ് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നത്? അതൊരു ആക്ച്വലി കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രോസസ്സാണ്. ഓക്കെ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രോസസ്സാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് റൂമിലുള്ള പാർട്ടിസിപ്പേഷൻ, ക്ലാസ് റൂമിൻ്റെ അറ്റൻഡൻസ്, അതുപോലെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ കോഴ്സ് കോർഡിനേറ്റർ പറയുന്നതനുസരിച്ച് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെൻറ്റ്സുകൾ, അതുപോലെ ഇൻറ്റേർണൽ എക്സാംസ്, ഓക്കെ, പിന്നെ അതുപോലെ സെമിനാർ അല്ലെങ്കിൽ വൈവ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ് ഇൻറ്റേർണൽ മാർക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിലൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ക്ലാസ്സുകളിൽ വരുന്നുണ്ടോ, ക്ലാസ് റൂമിൽ അറ്റൻഡൻസ് ഉണ്ടോ, അതുപോലെ തന്നെ ഇൻറ്റേർണൽ എക്സാമിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് തന്നെ അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ വൈവേയിൽ അല്ലെങ്കിൽ സെമിനാറുകൾ എടുക്കുമ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകളാണ് ഈ കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക് എന്ന് പറയുന്നത്, ഇൻറ്റേർണൽ മാർക്സ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ. അത് സെമസ്റ്ററിൻ്റെ എൻഡിലാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ ഇപ്പോൾ തുടങ്ങി, നിങ്ങൾക്ക് ഏകദേശം ഒക്ടോബർ എൻഡോട് കൂടിയിട്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ വരുന്നത്. ഓക്കെ, ആ എക്സാമിനേഷനിൽ കിട്ടുന്ന മാർക്ക് അതാണ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതും ഇൻറ്റേർണലും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾ കോഴ്സ് ഇവാലുവേഷൻ വരുന്നത്. അപ്പോൾ 20% വെയിറ്റേജ് ആണ് ഇൻറ്റേർണലിൽ വരുന്നത്. എക്സ്റ്റേണലിന് 80% വെയിറ്റേജ് ആണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഈ എക്സ്റ്റേണൽ എക്സാമിനേഷൻസ് ആണ് നമ്മളുടെ പരീക്ഷാ ഭവൻ അല്ലെങ്കിൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസിൻ്റെ ഓഫീസിൽ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ എക്സാമിനേഷൻസ് നമ്മൾ നടത്തുന്നത് ചില റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ്. അതിന് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019 റെഗുലേഷൻസ്, 2019 വന്ന റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് ആ എക്സാമിനേഷൻസ് നടത്തുന്നത്. അഡീഷണലായിട്ട് നമ്മുടെ കോളേജിൻ്റെ എക്സാമിനേഷൻ മാനുവലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്ത് ആ റൂൾസ് അനുസരിച്ചിട്ടാണ് നമ്മൾ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 2023 നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പറയാം 2023 അഡ്മിഷൻ സ്റ്റുഡൻസ് എന്നാണ് പറയാം. ഓക്കെ,
അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്താ പറയുക ഒരു രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. എക്സ്റ്റേണൽ എക്സാമിനേഷൻ്റെ സമയത്താണ് അത് ഉണ്ടാവുക. എക്സാമിനേഷൻ ഒക്ടോബറിലാണെങ്കിൽ ഏകദേശം ആ മാസത്തിൽ തന്നെയാണ് നമുക്ക് ഈ രജിസ്റ്റർ നമ്പറുകൾ നിങ്ങൾക്ക് അസൈൻ ചെയ്യുന്നതും. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ നമ്മളുടെ കോളേജിൻ്റെ ഒരു ലോഗിൻ, സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് അത് ഈ ആഴ്ചകളിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. സ്റ്റുഡൻറ്റ് ലോഗിൻ, ഈ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയാണ് നിങ്ങളുടെ കോളേജായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫീസുകൾ അടയ്ക്കുന്നതും അല്ലെങ്കിൽ എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷൻസ് നടക്കുന്നതെല്ലാം ഈ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു മെയിൽ ഐ ഡി, നിങ്ങളുടെ മെയിൽ ഐ ഡി ഒഫീഷ്യൽ മെയിൽ ഐ ഡി നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അതിന് ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റുഡൻറ്റ് ലോഗിൻ, അതിൻ്റെ പാസ്വേഡ്, അത് വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അത് സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും അത് ഉപയോഗിച്ചിട്ടാണ്, ആ ലോഗിൻ വഴിയാണ് നിങ്ങൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു യുണീക്കായിട്ടുള്ള രജിസ്റ്റർ നമ്പർ എക്സാം രജിസ്ട്രേഷൻ്റെ സമയത്ത് കിട്ടും. അത് ഏകദേശം ഒക്ടോബറിലാണത് ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിലേക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് പോകാത്തത്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു രജിസ്റ്റർ നമ്പറാണ് സ്റ്റുഡൻറ്റ്, ബികോമിന് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് രജിസ്റ്റർ നമ്പറാണ്. 2022 അഡ്മിഷനിൽ വരുന്ന സ്റ്റുഡൻറ്റിൻ്റെ CCA എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന ഒരു കോഡാണ്. ക്രൈസ്റ്റ് കോളേജ് ഓട്ടോണമസ് എന്ന് കാണിക്കുന്നതാണ്. പിന്നെ അതിന് ശേഷം ഒരു W എന്ന് പറയുന്ന 2022 അഡ്മിഷൻ ആണെങ്കിൽ, പിന്നെ 2023 ആണെങ്കിൽ X എന്നുള്ള കോഡാണ് വരിക. പിന്നെ അതിന് ശേഷം ഏത് കോഴ്സ്, ഏത് പ്രോഗ്രാമിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇത് ബികോം പ്രോഗ്രാമിൻ്റെ കോഡാണ്. പിന്നെ അതിൻ്റെ ശേഷം നമ്പറുകൾ. അപ്പോൾ ഇങ്ങനെ ഒരു യുണീക്കായിട്ടുള്ളൊരു രജിസ്ട്രേഷൻ, എക്സാം രജിസ്ട്രേഷൻ കോഡ് നിങ്ങൾക്കുണ്ടാവും. അതാണ് നിങ്ങളുടെ എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓഫീസിൽ പറയേണ്ട നമ്പർ. ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, പേരും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നമ്മളുടെ കോളേജായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഇൻഫർമേഷനും വരുന്നത് നമ്മളുടെ വെബ്സൈറ്റിലാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾ റെഫർ ചെയ്യണം. എല്ലാ ഇൻഫർമേഷനും കോളേജായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ സിലബസ് അതിനകത്തുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസ് അതൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ കറക്റ്റ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഓതൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് വാട്സപ്പിലും ഇതിലൊക്കെ കിട്ടുന്ന മെസ്സേജുകൾ അതൊന്നും അല്ല കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ. നിങ്ങൾക്ക് എന്ത് കോളേജായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ട എന്ത് ഇൻഫർമേഷനും വേണമെങ്കിൽ നമുക്ക് വെബ്സൈറ്റായിട്ട് റെഫർ ചെയ്താൽ മതി. ഓക്കെ, പറയാൻ കാരണം എന്താണെങ്കിൽ പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്, നിങ്ങൾ വാട്സപ്പിൽ നോക്കിയപ്പോൾ ഡേറ്റ് ഇതായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എക്സാമിനേഷന് തന്നെ തെറ്റി വരുന്നവർ. ടൈം ടേബിള് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. പലപ്പോഴും അത് നോക്കാതെ മറ്റ് വല്ല ക്ലാസ്മേറ്റ്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുന്ന ടൈം ടേബിളൊക്കെ നോക്കിയിട്ട് എക്സാമിന് വരും. എന്നിട്ട് പറയും, അയ്യോ കാലത്തായിരുന്നു എക്സാം, ഞാൻ വിചാരിച്ചു ഇങ്ങനെ വാട്സാപ്പിൽ കിട്ടിയ മെസ്സേജിൽ കാലത്തുനിന്ന് കാണിച്ചത്, എന്താ പറയുക ഉച്ചയ്ക്കെന്നാണ് കാണിച്ചത്, അപ്പോൾ ഞാൻ ആഫ്റ്റർനൂണിൽ വന്നു, അപ്പോൾ കാലത്തായിരുന്നു എക്സാം, അങ്ങനെ എക്സാം മിസ്സായി, അങ്ങനെയൊക്കെ പറയുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്കി മറ്റുള്ളവർ പറയുന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റ് നോക്കുക, അതിനകത്തുള്ള ഇൻഫർമേഷൻ എന്താണെങ്കിൽ അത് നോക്കുക. ഓക്കെ, ഹോൾ ടിക്കറ്റ് ഇതൊക്കെ എക്സാമിനേഷൻ സമയത്ത് വരുന്നതാണ്. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിനിലാണ് ഇൻഫർമേഷനൊക്കെ, ഹോൾ ടിക്കറ്റൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. ഫീസ് അടയ്ക്കുന്നതും ഓൺലൈനായിട്ടാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അതും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയാണ് അടയ്ക്കേണ്ടത്. കൃത്യമായിട്ട് ഫീസുകൾ, ഏത് തരത്തിലുള്ള ഫീസുകൾ അടച്ചാലും നിങ്ങൾ കൊടുക്കുന്ന ഒരു മെയിൽ ഐ ഡി ഉണ്ട്. ഓക്കെ, ഈ സ്റ്റുഡൻറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന മെയിൽ ഐ ഡി, അതിലേക്ക് കറക്റ്റായിട്ട് റെസിപ്റ്റുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള റെസിപ്റ്റുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾ ഫീസ് അടയ്ക്കുന്ന സമയത്തോ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും
എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ റെസിപ്റ്റുകൾ വേണം. അപ്പോൾ എന്ത് ഫീസ് അടച്ചാലും നിങ്ങൾ അല്ലെങ്കിൽ എന്ത് രജിസ്റ്റർ ചെയ്താലും നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ അതിൻ്റെ റെസിപ്റ്റുകളും കാര്യങ്ങളും വരും. നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഓക്കെ. ദെൻ നമ്മളുടെ കോളേജിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സിസ്റ്റമാണ് ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ബാങ്ക് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതൊരു പ്രത്യേക സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് എക്സാമിനേഷന് തൊട്ട് മുന്നാണ് നമ്മളത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കും അത് അറിയാൻ പറ്റില്ല. ഓക്കെ. പുറത്ത് ഒരു എക്സ്റ്റേണൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ അല്ല അത് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ബാങ്ക് സോഫ്റ്റ്വെയറിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നിങ്ങൾക്ക് കിട്ടുക എക്സാമിനേഷന്. ക്രെഡിറ്റ് 4 or 5. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. സെമസ്റ്റർ സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോഴുള്ള. അതുപോലെ ഓരോ കോഴ്സിനും ക്രെഡിറ്റുകളാണ് കിട്ടുക. ഓക്കെ. അപ്പോൾ ക്രെഡിറ്റ് 4 or 5 ഉള്ള കോഴ്സുകളാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന് മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന മാർക്ക് 80ആണ്. ഇൻറ്റേർണൽ 20. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻറ്റേർണലിൻ്റെ വെയിറ്റേജ് 20%ഉം എക്സ്റ്റേണലിൻ്റെ 80% ആണ്. അപ്പോൾ എക്സ്റ്റേണലിൽ 80, ഇൻറ്റേർണലിൽ 20. പിന്നെ അത് 2.5 hours എക്സാമിനേഷനാണ്. 2.5 മണിക്കൂറിൻ്റെ എക്സാമിനേഷനാണ്. ഇതൊരു ടൈപ്പാണ്. പിന്നെ വരുന്നത് ക്രെഡിറ്റ് 2 or 3. ഓക്കെ. ആ ക്രെഡിറ്റ് 2 or 3 ഉള്ള കോഴ്സുകളാണെങ്കിൽ 2 hour എക്സാമാണ്. അതിന് വരുന്ന മാക്സിമം എക്സ്റ്റേണൽ മാർക്ക് എന്ന് പറയുന്നത് 60 ആണ്. അതിൻ്റെ ഇൻറ്റേർണൽ മാർക്സ് വരുന്നത് 15 ആണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 തരത്തിലുള്ള എക്സാമുകളാണ് നിങ്ങൾക്ക് എഴുതേണ്ടി വരിക എക്സ്റ്റേണൽ എക്സാമിനേഷൻസ്. ഒന്ന് 2 hourൻ്റെയും പിന്നെ ഒന്ന് 2.5 hourൻ്റെയും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സിലബസുകൾ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അതിന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെയൊക്കെ ക്രെഡിറ്റുകളൊക്കെ നോക്കുക ഏതൊക്കെ ക്രെഡിറ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കറിയാം എത്ര അവറിൻ്റെ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് എഴുതേണ്ടി വരിക എന്നുള്ളത്. ഓക്കെ. പിന്നെ നമ്മളിവിടെ മെത്തേഡ് ഓഫ് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സാമുകളെല്ലാം ഇൻറ്റേർണലായാലും അതുപോലെ എക്സ്റ്റേണലായാലും മാർക്കിലാണ് നമ്മൾ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു 80 മാർക്സിൻ്റെയും അതുപോലെ 60 മാർക്സിൻ്റെയും അല്ലേ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ മാർക്കിലാണ് അത് വരുന്നതെങ്കിലും ടോട്ടൽ മാർക്കിനെ പിന്നെ അത് ഗ്രേഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പോൾ മാർക്ക് ലിസ്റ്റിൽ നമുക്ക് ഗ്രേഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ എക്സാമിനേഷൻ മാർക്കിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻറ്റേർണലും മാർക്കിലാണെങ്കിലും ഇതിൻ്റെ ടോട്ടൽ മാർക്ക് എടുത്തിട്ട് ദെൻ വി കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഗ്രേഡ്സ്. ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് 95 ആൻഡ് എബവ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന O ഗ്രേഡാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഗ്രേഡ്, ഔട്ട്സ്റ്റാൻഡിംഗ് 95% ആൻഡ് എബവ്. അതിന് താഴെയുള്ള ഗ്രേഡുകൾ നിങ്ങൾക്ക് കാണാം. A+, A, B+, B എന്നൊക്കെ പറയുന്ന ഗ്രേഡുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ 35 ബിലോ 35 ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് F ആണ്. F എന്ന് പറഞ്ഞാൽ എന്താ? ഫെയിലായി എന്നാണ് അത് മീൻ ചെയ്യുന്നത്. പാസ്സാവണമെങ്കിൽ എന്ത് വേണം? 35-നേക്കാളും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് വേണം. 35%-നേക്കാളും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു കോഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഓരോ സെമസ്റ്ററിലും പല കോഴ്സുകളുണ്ട്. അതിൻ്റെ ഓരോന്നിനും ക്രെഡിറ്റുകളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ മാർക്കിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡുകൾ എങ്ങനെയാണ്? ഗ്രേഡുകളാണ് നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റിൽ കാണാനായിട്ട് സാധിക്കുക. പാസ് കണ്ടീഷൻസ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് P ഗ്രേഡ് കിട്ടണമെങ്കിൽ എന്ത് വേണം? 35%-നേക്കാളും മുകളിൽ
മുകളിൽ മാർക്ക് ഉണ്ടാവണം. പാസ് കണ്ടീഷൻ എന്ന് പറയുന്നത് an aggregate of P grade, ഓക്കെ, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പുട്ട് ടുഗദർ, രണ്ടും കൂട്ടിയിട്ട് 35% മാർക്ക് വേണം. കൂടാതെ ഒരു അഡീഷണൽ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. എന്താണ്? മിനിമം ഓഫ് 20% മാർക്സ് ഇൻ എക്സ്റ്റേണൽ ഇവാലുവേഷൻ. എക്സ്റ്റേണലിൽ മാത്രം 20% വേണം. ക്ലിയർ അല്ലേ? എക്സ്റ്റേണൽ ഞാൻ പറഞ്ഞു, കോഴ്സ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. അതിനകത്ത് പാസ്സാവണമെങ്കിൽ എന്ത് വേണം? ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂട്ടിയിട്ട് 35% വേണം. അത് മാത്രം പോരാ, എന്ത് വേണം? എക്സ്റ്റേണലിൽ മാത്രം 20% വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ഒരു കോഴ്സ് പാസ്സാവാനായിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് മാർക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ യു ക്യാൻ സി ഓൺലി ദി അഗ്രഗേറ്റ് ഗ്രേഡ്. ഗ്രേഡാണ് കാണാൻ പറ്റുക. ഓരോ കോഴ്സിൻ്റെയും ഗ്രേഡാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു സാമ്പിൾ മാർക്ക് ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒക്ടോബറൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ വരും. ആ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് വാല്യുവേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടും. ആ മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം 6 കോഴ്സസ് ഉണ്ട്. ഓക്കെ, ഈ സ്റ്റുഡൻ്റ് ഈ ഒരു പർട്ടിക്കുലർ സെമസ്റ്ററിൽ 6 കോഴ്സസ് ആണ് വരുന്നത്. അപ്പോൾ 6 കോഴ്സസിൽ ആദ്യം കാണുന്ന കുറച്ച് കോഴ്സുകൾ, 3 കോഴ്സുകൾ ഏതാണ്? കോമൺ കോഴ്സുകൾ എന്നാണ് പറയാം. എ എന്നുള്ള ലെറ്റർ വരുന്നത് കോമൺ കോഴ്സുകളാണ്. ഓക്കെ, ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി. ഈ സ്റ്റുഡൻ്റ് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ്. പ്രോസ് ആൻഡ് ഡ്രാമ എന്ന് പറഞ്ഞ പേപ്പറാണ്. അപ്പോൾ അതിനകത്ത് കിട്ടിയിരിക്കുന്ന ഗ്രേഡുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, B+, A+. ഓക്കെ, പിന്നെ വരുന്ന കോർ കോഴ്സ്, അതിലെ ഗ്രേഡ്. അതുപോലെ കോംപ്ലിമെൻ്ററി കോഴ്സുകൾ. ഏതൊക്കെ കോംപ്ലിമെൻ്ററി വരുന്നത്? മാത്തമാറ്റിക്സും കെമിസ്ട്രിയാണ്. ഓക്കെ, മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രി. ആ കോംപ്ലിമെൻ്ററി കോഴ്സുകളുടെ ഗ്രേഡുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 1, അതിൽ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് എന്താണ്? P ആണ്. അത് ജസ്റ്റ് പാസ്സായിട്ടുള്ളൂ അല്ലേ? P ഗ്രേഡാണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഗ്രേഡുകൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഗ്രേഡ് പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അത് നിങ്ങളുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാൽക്കുലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ കാൽക്കുലേഷനിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് സെമസ്റ്ററിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിർത്തുകയാണ്. ആക്ച്വലി ഓരോ സെമസ്റ്ററിലും നിങ്ങൾ ഒരു ഗ്രേഡ് പോയിൻ്റ് ആവറേജ് SGPA എന്ന് പറയും. ഓരോ സെമസ്റ്ററിലും SGPA കാൽക്കുലേഷൻ ഉണ്ട്. ആ SGPAനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ്, ടോട്ടൽ എത്ര പെർസെൻറ്റേജ് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓരോ സെമസ്റ്ററിലും എത്ര പെർസെൻറ്റേജ് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അറിയാൻ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. SGPAനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ പല സ്കോളർഷിപ്പുകൾ അല്ലെങ്കിൽ പല ഇതിനും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ SGPA എങ്ങനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മാർക്ക് ലിസ്റ്റ്. ഇതിനകത്ത് എഗെയിൻ നോ മാർക്സ് അല്ലേ, മാർക്കുകളൊന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, ഓൺലി ഗ്രേഡ്സ്. ഓക്കെ, ഗ്രേഡ്സിൽ നിന്ന് പിന്നെ SGPA കാൽക്കുലേറ്റ് ചെയ്യാണ്. ദെൻ നമ്മൾ എല്ലാ 6 സെമസ്റ്റേഴ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ, 6 സെമസ്റ്ററും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് CGPA ആണ്. ഓക്കെ, ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഓരോ സെമസ്റ്ററിലും ഫസ്റ്റ് സെമസ്റ്ററിൽ SGPA ഉണ്ട്, SGPA 1. സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ പാസ്സായി, എല്ലാ കോഴ്സിലും പാസ്സായി കഴിഞ്ഞാൽ SGPA കിട്ടും, SGPA 2, ദെൻ SGPA 3. അങ്ങനെ 6 SGPAകളുണ്ടാവും 6 സെമസ്റ്റേഴ്സിൽ. അങ്ങനെ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്? CGPA, ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എഗെയിൻ അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ കിട്ടിയ പെർസെൻറ്റേജ് ഓഫ് മാർക്സ്
കിട്ടും. ഓക്കെ, ഇനി റിസൾട്ടുകൾ, എക്സാമുകൾ കഴിഞ്ഞ് റിസൾട്ട് എവിടെയാണ് പബ്ലിഷ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ. ഓക്കെ, അപ്പോൾ ഈ വീക്സിൽ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങളുടെ റിസൾട്ടുകൾ ഈ സ്റ്റുഡൻറ്റ് ലോഗിനിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ റിസൾട്ടുകൾ, എക്സാമിനേഷൻ റിസൾട്ട് ഒരു മാസം, 1 മന്ത് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, പിന്നെ നമുക്ക് അഡീഷണലായിട്ട് നിങ്ങൾക്ക് എന്ത് തരും, ഇതിൻ്റെ ഹാർഡ് കോപ്പിയും തരും. ഓക്കെ, ഈ ഓരോ സെമസ്റ്ററിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ ഹാർഡ് കോപ്പി നിങ്ങളുടെ ക്ലാസ് ടീച്ചർ വഴി, ചീഫ് മെൻറ്റർ വഴി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിനിൽ വരുന്ന എല്ലാ റിസൾട്ടുകളും നിങ്ങൾ സേവ് ചെയ്ത് കീപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ ഇത് നമ്മളുടെ റിസൾട്ടുകൾ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. നിങ്ങൾ സ്കൂളുകളിലും അതുണ്ട്, നമുക്ക് റീവാലുവേഷന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് തരും. അതിനകത്ത് എന്തെങ്കിലും മാർക്കിൻ്റെ ചേഞ്ചോ അല്ലെങ്കിൽ കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം റീവാലുവേഷന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ, നിങ്ങളൊരു കോഴ്സിൽ പാസ്സായി, പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് കുറേയും കൂടി മാർക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഹയർ ഗ്രേഡ് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, കുറച്ചും കൂടി നന്നായി പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയർ നിങ്ങളുടെ ജൂനിയർ ബാച്ചിൻ്റെ ഒപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോഴ്സ് ഇമ്പ്രൂവ് ചെയ്യാം. അങ്ങനെ ഓരോ സെമസ്റ്ററിലും 2 കോഴ്സുകൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, 2 മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റാറ്റസ് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ കാണിക്കും. നിങ്ങൾ ഫൈനൽ ഗ്രേഡ് കാർഡിൽ നിങ്ങളത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണിക്കും. ഓക്കെ, എന്ന് മാത്രമല്ല നമുക്കൊരു റാങ്ക് സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മളൊരു എല്ലാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് സർട്ടിഫിക്കറ്റ് നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഈ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് നമ്മൾ കണക്കാക്കില്ല. ഓക്കെ, അതും അങ്ങനെയുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് എടുക്കില്ല, ബാക്കി മാർക്ക് വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 കോഴ്സുകൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങളെല്ലാ കോഴ്സിലും പാസ്സായി ഉണ്ടാവണം. ഒരു 6 കോഴ്സുകളുണ്ട്, അതിനകത്ത് ഒരു കോഴ്സിൽ നിങ്ങൾ ഫെയിലായി എന്ന് വിചാരിക്കൂ, സപ്ലിമെൻ്ററി ആയി എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ദെൻ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ. ഒരിക്കലും നിങ്ങൾക്കിത് വരാതിരിക്കട്ടെ. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ എക്സാം എഴുതി ഫെയിലാവുന്നു, P-നേക്കാളും താഴെയുള്ള ഗ്രേഡിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂനിയർ ബാച്ചിൻ്റെ ഒപ്പം സപ്ലിമെൻ്ററി എക്സാം എഴുതാം. എഗെയിൻ നിങ്ങളുടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിൽ നിങ്ങൾ സപ്ലിമെൻ്ററി ആയിട്ടാണ് അത് പാസ്സായിരിക്കുന്നത് എന്നുള്ളത് അതിനകത്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇന്ന് തൊട്ട് തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് സെമിസ്റ്റർ തൊട്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ അങ്ങനെ ഒരു സപ്ലിമെൻ്ററി സ്റ്റാറ്റസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലേസ്മെൻറ്റിനെ തന്നെയും അത് ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പലപ്പോഴും പ്ലേസ്മെൻറ്റിന് ഇവിടെ വരുന്ന കമ്പനീസ് നമ്മുടെ അടുത്ത് ചോദിക്കുക, എല്ലാ എക്സാംസും റെഗുലറായിട്ട് പാസ്സായ കുട്ടികളുടെ ലിസ്റ്റാണ്. ഏതെങ്കിലും എക്സാമിൽ ഫെയിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങളുടെ പ്ലേസ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ എക്സാം മാൽ പ്രാക്ടീസായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇപ്പോൾ ഏത് ഇൻറ്റേർണൽ എക്സാം ആയാലും എക്സ്റ്റേണൽ എക്സാം ആയാലും ഇങ്ങനെയുള്ള എന്തെങ്കിലും മാൽ പ്രാക്ടീസ് എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ എക്സാം അങ്ങനെ തന്നെ ക്യാൻസലായി പോവും. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അത് സപ്ലിമെൻ്ററി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. പല കുട്ടികളും ഇതുപോലെ എസ്പെഷ്യലി 5th സെം അല്ലെങ്കിൽ 6th സെമ്മിലൊക്കെ ഫൈനൽ ഇയറിൽ ഇങ്ങനെ ഇതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ചില കുട്ടികളങ്ങനെ അവരുടെ പ്ലേസ്മെൻറ്റിനുള്ള ചാൻസ് പോകുന്നു. ഒരു 1 ഇയർ പോവും, പിന്നെ അടുത്ത വർഷം അവർക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കുള്ളൂ.
അപ്പോൾ എന്തെങ്കിലും മാൽ പ്രാക്ടീസായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ആ എക്സാം ക്യാൻസലായി പോകും എന്ന് മാത്രമല്ല നെക്സ്റ്റ് ഇയറേ നിങ്ങൾക്ക് ആ എക്സാം എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. ദെൻ ഗ്രേസ് മാർക്സ് ഉണ്ട്. നമുക്ക് NCC NSS പോലെയുള്ള ഓർഗനൈസേഷൻസിലൊക്കെ നിങ്ങൾ അതിൻ്റെ സ്പെസിഫിക് അതിൻ്റെ അറ്റൻഡൻസും പിന്നെ അതിൻ്റെ എക്സാംസൊക്കെ പാസ്സാവുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട്, അതുപോലെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് നിങ്ങൾ എലിജിബിളാണ്. ഓക്കെ. അതും നമ്മൾ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഗ്രേസ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നത് ഓരോ ഇയറിലും. ഓക്കെ. ദെൻ ഡിഗ്രി അവാർഡ് ചെയ്യുന്നത് അതിൻ്റെ മിനിമം റിക്വയർമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കോഴ്സുകളിലും എന്ന് പറഞ്ഞാൽ കോമൺ കോഴ്സ്, കോർ കോഴ്സ്, കോംപ്ലിമെൻ്ററി കോഴ്സ്, ഓപ്പൺ കോഴ്സ്, ഓഡിറ്റ് കോഴ്സ്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓഡിറ്റ് കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം നിങ്ങൾ സ്വയം പഠിക്കേണ്ട കോഴ്സാണ് ഓഡിറ്റ് കോഴ്സ്. ഫസ്റ്റ് 4 സെമസ്റ്ററിലാണ് അത് വരിക. അതിൽ നിങ്ങൾ പാസ്സാവണം. ഫൈനൽ CGPAയിൽ അത് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾ പാസ്സാവണം. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി അവാർഡ് ചെയ്യും. അഡീഷണലായിട്ട് ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ക്രെഡിറ്റ് പ്രോഗ്രാമും കൂടി നിങ്ങൾ ചെയ്യണം. എക്സ്ട്രാ ക്രെഡിറ്റ് അതിന് നിങ്ങൾ ഐദർ NCCയിലുണ്ടെങ്കിൽ അത് ഈ സോഷ്യൽ സർവീസ് പ്രോഗ്രാമായിട്ട് കൺസിഡർ ചെയ്യും, NSSലുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യും. ഓക്കെ. ഇതിലൊന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഒരു സോഷ്യൽ സർവീസ് പ്രോഗ്രാം നിങ്ങൾ ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി അവാർഡ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന പ്രോഗ്രാമിൻ്റെ കൂടെ തന്നെ എന്താ എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടത്? ഓഡിറ്റ് കോഴ്സ് ചെയ്യണം. പിന്നെ ഒരു എക്സ്ട്രാ ക്രെഡിറ്റ് എന്ന് പറയും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാം. അത് നമ്മുടെ NCCയിൽ ഉണ്ടെങ്കിൽ അത് അതിന് ഈക്വലൻ്റാണ്, NSSലുണ്ടെങ്കിൽ ഈക്വലൻ്റാണ്. വേറെ കുറേ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്ര നമ്പർ അറ്റൻഡൻസ് നിങ്ങൾക്ക് വേണം, ഇത്ര ദിവസം അതിനകത്ത് നിങ്ങൾ ചെയ്യണം. അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇതും കൂടി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഡിഗ്രി അവാർഡ് ചെയ്യുക. ഫൈനൽ ഗ്രേഡ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഗ്രേഡ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ആരാ? മാർക്ക് ലിസ്റ്റുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് കോളേജാണ്, നമ്മുടെ കോളേജാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഡിഗ്രി സർട്ടിഫിക്കറ്റ് തരുന്ന ആരാ? യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റാണ് നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതെല്ലാം യൂണിവേഴ്സിറ്റി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ. യൂണിവേഴ്സിറ്റി പോർട്ടലിൽ നമ്മുടെ മാർക്കുകളെല്ലാം അപ്ലോഡ് ചെയ്ത് അവരതെല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫൈനൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. ദെൻ എക്സാമിനേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണെങ്കിൽ, ഫൈനലായിട്ടൊരു വേർഡ് എന്താണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഓരോ സെമസ്റ്ററിലും പലതരത്തിലുള്ള എക്സാമിനേഷൻസ്, ഇൻറ്റേർണൽ എക്സാമിനേഷൻസ്, അതുപോലെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻസ്, അങ്ങനെ പല എക്സാമിനേഷൻസ് കൂടെ നിങ്ങൾ കടന്നു പോകും. ഓക്കെ. എക്സാമിനേഷൻ ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ. നമ്മൾ അതിന് പേടിക്കേണ്ടതോ അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. പല സ്റ്റുഡൻസിനും ഒരുപാട് സ്ട്രെസ്സൊക്കെ വരുന്നതാണ്. എക്സാമിനേഷൻസ് എന്ന് കേട്ടാൽ തന്നെ സ്ട്രെസ്സാണ് ചില സ്റ്റുഡൻസിന്. അപ്പോൾ അത് ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സാമിനേഷൻസ് നടത്തി അതിൻ്റെ ഗ്രേഡുകളൊക്കെ നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് എന്തുമാത്രം സബ്ജക്റ്റിൽ നോളജ് ഉണ്ട്, നമുക്ക് എന്തുമാത്രം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അതിന് നമുക്ക് എന്തൊക്കെ സ്കില്ല്, എന്തൊക്കെ കോഴ്സുകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അതിനകത്തൊക്കെ എന്തൊക്കെ ഗ്രേഡുകളാണ് കിട്ടിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് അല്ലേ, നമ്മളൊരു ജോലി ഇതിലേക്ക് പോകുമ്പോൾ, നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ആ ഗ്രേഡ് കാർഡ് കൊടുക്കുമ്പോഴാണ് നമ്മളെ പറ്റി അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സാമിനേഷൻ നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഒരു കോഴ്സ് നന്നായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നന്നായിട്ട് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് നമ്മളുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളുടെ കോഴ്സ് ഒരു ഫസ്റ്റ് ഡേ തൊട്ട് ഫസ്റ്റ് സെം തൊട്ട് ലാസ്റ്റ് സെം വരെ ഏറ്റവും നന്നായിട്ട് നമ്മുടെ എല്ലാ കോഴ്സുകളും ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ സിലബസ് ഇതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത്
അതിനകത്ത് ടെക്സ്റ്റ് ബുക്കുകൾ കാര്യങ്ങളൊക്കെ നോക്കി നന്നായി റെഫർ ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് പോവാം. അസൈൻമെൻറ്റുകൾ അതുപോലെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇൻറ്റേർണൽ എക്സാംസൊക്കെ കൃത്യമായിട്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യത്തിനെ പറ്റിയും പേടിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സിൻ്റെയോ ഒന്നും ഒരു കാര്യമില്ല. ഓക്കെ, ഇൻറ്റേർണൽ മാർക്സ് നമ്മളുടെ എക്സാമിനേഷൻ ഓഫീസിലേക്ക് നിങ്ങളുടെ കറസ്പോണ്ടിങ് കോഴ്സ് കോർഡിനേറ്ററാണ് അപ്ലോഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, കോഴ്സ് കോർഡിനേറ്ററാണ് നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്സ് ഇടുന്നത് ബേസ്ഡ് ഓൺ ഇങ്ങനെ ഓരോ കോമ്പണൻസ് അനുസരിച്ച്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ കോമ്പണൻസും കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, ഇൻറ്റേർണൽ മാർക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ അത് വൺസ് നിങ്ങളുടെ കോഴ്സ് കോർഡിനേറ്റർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഇൻറ്റേർണൽ മാർക്സ് പബ്ലിഷ് ചെയ്തു, അതിനകത്ത് അപ്പോൾ മാർക്ക് കുറവാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ചേഞ്ച് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. നമ്മൾ പറയുന്ന സമയത്ത് കോഴ്സ് കോർഡിനേറ്റർ പറയുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്സുകൾ കിട്ടും. വൺസ് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. ലെറ്റ് മീ കൺക്ലൂഡ്. താങ്ക് യു. ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോൾ നമുക്കിന്നിവിടെ ഈ സെഷൻ കണ്ടക്ട് ചെയ്തത് ഡോക്ടർ സുധീർ സെബാസ്റ്റ്യൻ സാറാണ്. സാറ് നമുക്ക് നമ്മുടെ സെമ്മിനെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചും പിന്നെ എക്സാമിനേഷനെ കുറിച്ചൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന്. പിന്നെ സാറ് നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചു. അത് വളരെ എന്താ പറയുക, നമുക്ക് എല്ലാത്തിനെ കുറിച്ചൊരു ക്ലിയർ ആയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടി. ഈ ഇവിടുത്തെ കോഴ്സും എക്സാമിനേഷൻ എങ്ങനെയാണ്, ഗ്രേഡിങ് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ അതിനായി എൻ്റെയും ഇവിടെ വന്നിരിക്കുന്ന ഓരോ സ്റ്റുഡൻസിൻ്റെ പേരിലും നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങൾ ഏതൊക്കെ ക്ലാസ്സുകാരാണ്? മാത്സ്, ഫിസിക്സ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു പേപ്പർ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ പേര്, ക്ലാസ്, അതുപോലെ സിഗ്നേച്ചർ, ഇത്തരം കാര്യങ്ങൾ ഇട്ടിട്ട് എനിക്ക് തിരിച്ചു തരിക. അപ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. ഓക്കെ, സാറ് സൂചിപ്പിച്ചതുപോലെ ഞാൻ ഈ സെഷൻ നിങ്ങൾക്ക് നമ്മുടെ കോളേജ് ലൈബ്രറി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്യാമ്പസ് ടൂറിൽ
അപ്പോൾ നമ്മുടെ ക്യാമ്പസ് ടൂറിൽ നിങ്ങൾ കോളേജ് ലൈബ്രറിയിൽ വന്നു കാണും. ക്യാമ്പസ് ടൂറിൽ അപ്പോൾ നമ്മൾ കോളേജ് ലൈബ്രറി കണ്ടു. അപ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നു കോളേജ് ലൈബ്രറി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമ്മൾ വീണ്ടും വിശദമായിട്ട് നിങ്ങൾക്കൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മളിപ്പം എങ്ങനെ കോളേജ് ലൈബ്രറി ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോളേജ് ലൈബ്രറിയുടെ നമ്മുടെ കളക്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെ വിശദമായിട്ട് കോളേജ് ലൈബ്രറിയെ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. അപ്പം പ്രധാനമായിട്ടും നമുക്ക് അറിയാം, ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ലൈബ്രറി. അപ്പോൾ ഒരു കോളേജ് ലൈബ്രറി പലപ്പോഴും നമ്മൾ പറയുന്നത് ലൈബ്രറി എന്ന് പറയുന്നത് ആ കോളേജിൻ്റെ ഹൃദയമാണെന്ന് പറയാറുണ്ട്, ഹാർട്ട്. അപ്പം എന്തുകൊണ്ടാണ് ഹാർട്ട് എന്ന് പറയുന്നത്? നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിൽ ഇത് നമ്മുടെ ഹൃദയമാണ്. ഒന്ന്, നമ്മുടെ ലൈബ്രറിയുടെ പൊസിഷൻ. നിങ്ങൾക്ക് ലൈബ്രറി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കോളേജിൻ്റെ ഒത്ത നടുക്കാണ് നമ്മുടെ കോളേജ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു മനുഷ്യ ഹൃദയത്തിൽ എങ്ങനെ അതിൻ്റെ ഹൃദയം ഉണ്ട് എന്നതുപോലെ നമ്മുടെ കോളേജിൽ അതിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ലൈബ്രറി പ്രവർത്തിക്കുന്നു. രണ്ടാമതായിട്ട് ഹൃദയത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? അത് മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് പാർട്ടുകളിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കോളേജിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക്, കോളേജിൻ്റെ വിദ്യാർത്ഥികളിലേക്ക്, അധ്യാപകരിലേക്കൊക്കെ വിജ്ഞാനം, അറിവ് ഒക്കെ പമ്പ് ചെയ്യുക എന്നൊരു ധർമ്മം കൂടി കോളേജ് ലൈബ്രറിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈബ്രറി ആ സ്ഥാപനത്തിൻ്റെ ഹൃദയമാണെന്ന് പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ ലൈബ്രറി ഉപയോഗിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാം ഒരു സ്കൂൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരികയാണ്. അപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ലൈബ്രറിക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. പലപ്പോഴും നിങ്ങളുടെ സ്കൂളിലൊക്കെ ചിലപ്പോൾ ചെറിയൊരു റൂമിലോ ഒരു ക്ലാസ് റൂമിലൊക്കെ ആയിരിക്കാം ലൈബ്രറി സെറ്റ് ചെയ്തിരിക്കുക. പക്ഷേ ഇത് കോളേജിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ, അവിടെ വളരെ വിശാലമായ ഒരുപാട് കളക്ഷൻസ് ഉള്ള ലൈബ്രറികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ടിട്ടുള്ളതാണ് കോളേജ് വിദ്യാഭ്യാസം. സ്കൂൾ വിദ്യാഭ്യാസ കാലം നമ്മുടെ സിലബസ് അനുസരിച്ച്, കൃത്യമായ ടെക്സ്റ്റ് ബുക്കുകൾ അനുസരിച്ച് നമ്മൾ പഠിച്ചുവെങ്കിൽ, ക്ലാസ് റൂമുകളിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് പഠിച്ചുവെങ്കിൽ, കോളേജിൽ വരുമ്പോൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്കൊരു ഭാഗം കിട്ടും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ സ്വയം വായനയിലൂടെയും റിസർച്ചിലൂടെയും ഒക്കെയാണ്. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ലൈബ്രറിയാണ്. ഒരുപക്ഷെ സിലബസിലുള്ള ഒന്നും നിങ്ങളുടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്നില്ല. അപ്പം ബാക്കി കുറേ ഭാഗങ്ങൾ നിങ്ങൾക്ക് തന്നെ പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടാകാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് കോളേജ് ലൈബ്രറിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ, പിന്നെ നമ്മുടെ പഠിച്ച കാര്യങ്ങൾക്ക് ഫർദറായിട്ട് കൂടുതൽ പഠിക്കണമെങ്കിൽ, റെഫർ ചെയ്യണമെങ്കിൽ, മറ്റ് വായനകളിലേക്ക്, അതിനോടനുബന്ധിച്ചുള്ള മറ്റ് വായനകളിലേക്കൊക്കെ പോകണമെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്നത് കോളേജ് ലൈബ്രറിയാണ്. പിന്നെ വേറെ എന്താണ്, നമ്മുടെ അക്കാഡമിക് മേഖലയിൽ ഇപ്പോൾ മാത്സ് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ, അപ്പോൾ ആ മേഖലയിൽ, ആ പ്രത്യേക പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് ലൈബ്രറിയിൽ നിന്നാണ്. കാര്യം നമുക്കറിയാം, നമ്മുടെ ലൈബ്രറിയിലേക്ക് ഒരുപാട് ജേണലുകൾ വരുന്നുണ്ട്, അക്കാഡമിക് ജേണലുകൾ. അപ്പോൾ അക്കാഡമിക് ജേണലുകൾ എന്താണ്? അതിന് നിങ്ങൾക്ക് ഓരോ മേഖലയിലും, പഠന മേഖലയിലുള്ള ഏറ്റവും പുതിയ അറിവ് നിങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങളാണ് ഈ അക്കാഡമിക് ജേണലുകൾ. അപ്പം അങ്ങനെയുള്ള ജേണലുകളൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കോളേജ് ലൈബ്രറിയിൽ വരേണ്ടി വരും. പിന്നെ നമുക്കെന്താണ്, വായിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ശാന്തമായിട്ട് ഇരുന്ന് വായിക്കാനുള്ള ഒരു സ്ഥലമാണ് ലൈബ്രറി. പിന്നെ നമുക്ക് നമ്മുടെ പഠനത്തിന് പുറത്തുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ സാഹിത്യം ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, കഥകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ വായനാശീലത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലമാണ് കോളേജ് ലൈബ്രറി. അതോടൊപ്പം തന്നെ നമ്മുടെ ലാംഗ്വേജ്, അതുപോലെ നമ്മുടെ വായനാശീലം ഒക്കെ വർദ്ധിപ്പിക്കുവാനായിട്ട് കോളേജ് ലൈബ്രറി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളെ പഠന മേഖലയ്ക്ക് പുറത്തുള്ള കുറേ ജനറൽ നോളജ്, പൊതുവായിട്ടുള്ള വായനകൾ ഒക്കെ ഉള്ളത് എപ്പോഴും നിങ്ങൾക്ക് നല്ലതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കുന്നത് കോളേജ് ലൈബ്രറിയാണ്. അപ്പോൾ അതങ്ങനെ കോളേജ് ലൈബ്രറിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് പറയുകയാണ്. അപ്പം വീണ്ടും നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചതിന് ശേഷം പോയിട്ട് പിന്നീടൊക്കെ നിങ്ങൾ ഒരുപാട് ഓർത്തിരിക്കുന്ന സ്ഥലം ഒരുപക്ഷെ കോളേജ് ലൈബ്രറി ആയിരിക്കാം. കാരണം നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ചതിനേക്കാൾ ഉപരിയായിട്ട്
നിങ്ങളുടെ വായനയെയും നിങ്ങളുടെ ഭാഷയെയും ഒക്കെ ഒരുപാട് സഹായിക്കുവാൻ കോളേജ് ലൈബ്രറിക്ക് സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുൻപ് നമ്മുടെ കോളേജിൽ നിന്നൊക്കെ പോയിട്ടുള്ളവർ തിരിച്ചു വരുമ്പോൾ അവരേറ്റവും കൂടുതൽ കാണുവാനും വരുവാനും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ലൈബ്രറിയാണ്. കാരണം അവർ പഠിച്ചിരുന്ന കാലത്ത് അവർ കൂടുതൽ സമയം ലൈബ്രറി ഉപയോഗിച്ചത് കൊണ്ട് പലപ്പോഴും ജീവിതത്തിൽ അവർക്ക് വലിയ വിജയങ്ങൾ കിട്ടുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കോളേജ് ലൈബ്രറി ഈ 3 വർഷം നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ തീർച്ചയായും നല്ല ഒരു ലൈബ്രറി അനുഭവം ലൈബ്രറി ഉപയോഗത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ പറയുകയാണ്. നമ്മുടെ ലൈബ്രറിയുടെ ഹോൾഡിങ്സ്, ലൈബ്രറിയുടെ റിസോഴ്സസ് ഏകദേശം 76,432 പുസ്തകങ്ങൾ കോളേജ് ലൈബ്രറിയിലുണ്ട്. 50ഓളം അക്കാഡമിക് ജേണലുകളുണ്ട്. പീരിയോഡിക്കൽസും മാഗസിൻസൊക്കെ ആയിട്ട് 73 ഉണ്ട്. 6 പത്രങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട്. പിന്നെ നോൺ ബുക്ക് മെറ്റീരിയൽസ് ആയി 1096. അതുകൂടാതെ നമ്മുടെ വളരെ വലിയ ഒരു ഡിജിറ്റൽ ലൈബ്രറി കളക്ഷനും നമുക്കുണ്ട്. ഈ റിസോഴ്സസ്, ഈ ബുക്സ്, ഈ ജേണൽസ് പോലുള്ള ഡിജിറ്റൽ റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എൻലിസ്റ്റ്, ഡെൽനെറ്റ്, NPTEL വീഡിയോസ്, നാഷണൽ സുഗമ്യ പുസ്തകാലയ, പിയേഴ്സൺ ലൈബ്രറി, ശ്രവ്യം ഓഡിയോ ബുക്സ് പോലുള്ള ഈ റിസോഴ്സസും നമ്മുടെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ലൈബ്രറി ഒന്ന് പരിചയപ്പെടുകയാണെങ്കിൽ നമുക്ക് വെർച്വലായിട്ട് നിങ്ങളെല്ലാം പോയി അവിടെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. നമ്മൾ ചെന്ന് കയറുന്നത് ലൈബ്രറി എൻട്രൻസ്. അവിടെ ഒരു നിങ്ങൾ കയറി ചെല്ലുന്ന അവിടെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. അത് പ്രോപ്പർട്ടി കൗണ്ടർ എന്നാണ്. പ്രോപ്പർട്ടി കൗണ്ടർ. അപ്പോൾ നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബാഗുകൾ, മറ്റ് പുസ്തകങ്ങൾ ഒക്കെ അവിടെ വച്ചിട്ട് അകത്തേക്ക് കയറുക. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാഗുകൾ കാര്യങ്ങളെല്ലാം അവിടെ വെക്കാറുണ്ട്. കാരണം പല പർപ്പസ് ഉണ്ട്. ഒന്ന് സെക്യൂരിറ്റി പർപ്പസാണ്. രണ്ടാമതായിട്ട് അവിടുത്തെ അവിടെയുള്ള സാധനങ്ങളുടെ സുരക്ഷയെ സംബന്ധിക്കുന്നതാണ്. എന്ന് പറഞ്ഞതുപോലെ ലൈബ്രറിയിൽ കയറുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബാഗോ പുസ്തകമോ ഒക്കെ അവിടെ വെക്കുന്നത് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ, അതായത് ഏകാഗ്രമായിട്ട് നിങ്ങളെ പഠിക്കുവാൻ സഹായിക്കുന്നു. രണ്ടാമതായിട്ട് ഫോർ ദ സെക്യൂരിറ്റി പർപ്പസ്. രണ്ടാമതായിട്ട് നിങ്ങൾ ലൈബ്രറിയിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയ ഗേറ്റ് കാണാം. അപ്പോൾ അവിടെ ആ ചെറിയ ഗേറ്റിൽ അത് എപ്പോഴും അടഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ അത് തുറക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ഐ ഡി കാർഡ് അവിടെ സ്വൈപ്പ് ചെയ്യുക. അവിടെ ചെറിയൊരു ബയോമെട്രിക് മെഷീൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത് പോലെ ഒരു ബയോമെട്രിക് മെഷീനുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നിങ്ങളുടെ ഈ ID കാർഡ് കാണിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള ID കാർഡല്ല, വീണ്ടും നിങ്ങളുടെ റോളൊക്കെ ശരിയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ID കാർഡ് കിട്ടും. ഇപ്പം കയ്യിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ ആ ഒറിജിനൽ ID കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ID കാർഡ് ആ മെഷീനിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ആ വാതിൽ തുറന്ന് കിട്ടും. 2 പർപ്പസാണുള്ളത്. ഒന്നാമതായിട്ട് നിങ്ങളുടെ ലൈബ്രറിയിലുള്ള നിങ്ങളുടെ പ്രസൻസ് അവിടെ കിട്ടുന്നു. പിന്നെ നിങ്ങളുടെ അറ്റൻഡൻസ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ലൈബ്രറി ഉപയോഗം എന്ന് മാത്രം നിങ്ങൾ ലൈബ്രറി ഉപയോഗിച്ചുവെന്ന് നമുക്കതിലൂടെ മനസ്സിലാകും. അതുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ കയറുമ്പോൾ അവിടെ ഗേറ്റിലുള്ള ബയോമെട്രിക് മെഷീനിൽ നിങ്ങളുടെ ID കാർഡ് കാണിക്കുക. തുറക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു 10 പേർ കയറുമ്പോൾ ഒരാൾ ID കാർഡ് കാണിച്ച് തുറന്ന് വാതിൽ പിടിച്ചിട്ട് ബാക്കി എല്ലാവരും കയറുകയല്ലേ ചെയ്യുന്നത്. 10 പേര് കയറുന്നുണ്ടെങ്കിൽ 10 പേരും ID കാർഡ് അതിൽ കാണിക്കണം. അതുപോലെ എക്സിറ്റിൻ്റെ സമയത്ത് ലൈബ്രറിയിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ അവിടെയും ഇതുപോലെ ചെറിയൊരു വാതിലുണ്ട്, മെഷീനുണ്ട്. ആ മെഷീനിൽ നിങ്ങളുടെ ID കാർഡ് കാണിക്കുക. അപ്പോൾ ആ വാതിൽ തുറന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ എത്ര സമയം ലൈബ്രറി ഉപയോഗിച്ചുവെന്ന് നമുക്ക് അതിൻ്റെ കണക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയാണ് നിർബന്ധമായി നിങ്ങളുടെ ID കാർഡ് അതിൽ കാണിച്ചിട്ട് അകത്ത് കയറുക. ഓക്കെ, അവിടെ നിന്ന് നിങ്ങൾ നേരെ കയറുന്നത് വിശാലമായ റീഡിംഗ് ഏരിയയാണ്. നമ്മുടെ കോളേജ് ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായൊരു റീഡിംഗ് ഏരിയ നമുക്കുണ്ട്. അവിടെ നമുക്ക് വന്നിരുന്ന് ശാന്തമായിട്ട് വായിക്കുവാനും പഠിക്കുവാനുമുള്ള സ്ഥലമാണ് റീഡിംഗ് ഏരിയ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പരിപൂർണ നിശബ്ദത അവിടെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വായിക്കാനോ പഠിക്കാനോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരിക. അവിടെ വന്നിരുന്ന് വർത്തമാനം പറയാനോ മൊബൈൽ വീഡിയോ കാണാനോ റീൽസ് കാണാനോ ഒന്നും അവിടെ സാധിക്കുകയില്ല. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പഠിക്കാനുള്ള വായിക്കാനുള്ള സ്ഥലമാണത്. അവിടെ വന്നിരുന്ന് നിശബ്ദമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. റീഡിംഗ് ഏരിയയുടെ പുറകിലായിട്ട് നമുക്ക് ജേണൽ സെക്ഷനാണ്. ജേണൽ അല്ലെ പീരിയോഡിക്കൽ സെക്ഷനാണ്. അപ്പോൾ അവിടെ നമ്മുടെ കോളേജിൽ വരുത്തുന്ന ജേണലുകൾ, പീരിയോഡിക്കൽസൊക്കെ അവിടെ
നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് ജേണൽസ് വായിക്കുവാനും റെഫർ ചെയ്യുവാനും സാധിക്കും. റീഡിംഗ് ഏരിയയുടെ ഒരു സൈഡിലായിട്ട് ന്യൂസ് പേപ്പർ റീഡിംഗ് ഏരിയയാണ്. അവിടെ നിങ്ങൾക്ക് ആനുകാലികങ്ങളായ അല്ല ഓരോ ദിവസവുമുള്ള ഡെയിലീസ് ന്യൂസ് പേപ്പേഴ്സ് അവിടെ വരും, നിങ്ങൾക്കത് വായിക്കാം. ഓക്കെ, നമ്മൾ കയറി ചെല്ലുന്ന റീഡിംഗ് ഏരിയയുടെ പുറകുവശത്തായിട്ട് നിങ്ങൾ കാണുന്നത് ലൈബ്രറിയുടെ റെഫറൻസ് സെക്ഷനാണ്. എന്താണ് റെഫറൻസ് സെക്ഷൻ? റെഫറൻസ് ബുക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് റെഫറൻസ് സെക്ഷൻ. എന്താണ് റെഫറൻസ് ബുക്ക്? നമുക്കറിയാം മറ്റ് ബുക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ റെഫർ ചെയ്യാനുള്ള ബുക്കുകളാണ്. ആ ബുക്കുകൾ നമുക്ക് എടുത്തുകൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അത് അവിടെ വെച്ച് തന്നെ ഓരോ വിഷയത്തിലുമുള്ള റെഫറൻസ് ബുക്കുകൾ അവിടെ വെച്ച് തന്നെ റെഫർ ചെയ്യാനുള്ളതാണ്. ഇതുകൂടാതെ റെഫറൻസ് സെക്ഷനിൽ തന്നെ നമുക്ക് വളരെ മനോഹരമായ ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന നെറ്റ്, സെറ്റ്, സിവിൽ സർവീസൊക്കെ പോലുള്ള എക്സാംസിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകങ്ങളുടെ വളരെ വിപുലമായ ഒരു കളക്ഷനും അവിടെയുണ്ട്. അതുകൂടാതെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവിടെ നമുക്ക് പ്രിൻ്റഡ് ഫോമിൽ അവിടെ ബുക്ക് ഫോമിൽ അവിടെ അവൈലബിളാണ്. നിങ്ങൾക്കത് വന്നിരുന്ന് റെഫർ ചെയ്യുവാനായിട്ട് അവിടെ സാധിക്കും. ഓക്കെ, ലൈബ്രറിയുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സൗകര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി അവിടെ നിന്ന് നിങ്ങൾ മുകളിലേക്ക് കയറുമ്പോൾ അവിടെ ലെൻഡിങ് ലൈബ്രറിയാണ്. ലെൻഡിങ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് അവിടെയുള്ള ബുക്കുകൾ എടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അവിടെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോകുമല്ല, നിങ്ങൾക്ക് ആ ബുക്കുകൾ നിങ്ങളുടെ പേരിൽ ഇഷ്യൂ ചെയ്യപ്പെട്ട് തരും. അപ്പോൾ അത് നിങ്ങൾക്ക് 2 ആഴ്ചത്തേക്ക് നിങ്ങളുടെ കസ്റ്റഡിയിൽ വെക്കാം. അപ്പോൾ അതിനെയാണ് ലെൻഡിങ് ലൈബ്രറി എന്ന് പറയുക. അവിടെ ലെൻഡിങ് ലൈബ്രറി അത് പല സെക്ഷൻസായിട്ട് തിരിച്ചിട്ടുണ്ട്. ജനറൽ സെക്ഷൻ, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൻ്റെ സെക്ഷൻ, സയൻസിൻ്റെ സെക്ഷൻ, PG ആൻഡ് റിസർച്ച് ഏരിയ, ബൗണ്ട് വോളിയംസ് ഓർ ബാക്ക് വോളിയംസ്. അപ്പോൾ അങ്ങനെയുള്ള പല സെക്ഷൻസായിട്ട് മുകളിലുള്ള ഭാഗത്ത് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് നിങ്ങൾ കാണുന്നത് PG ആൻഡ് റിസർച്ച് ഏരിയ. അപ്പോൾ അവിടെ PG ആൻഡ് റിസർച്ച് ഏരിയയിൽ PG സെക്ഷന് വേണ്ടിയുള്ള ബുക്കുകൾ കൂടുതലായിട്ട് വച്ചിരിക്കുന്നു. UGക്കാർക്കും ആ ബുക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലുള്ള പുസ്തകങ്ങളും അവിടെയുണ്ട്. അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ വായിക്കുവാനും പഠിക്കുവാനുമായിട്ട് വിശാലമായ ഒരു റീഡിംഗ് ഏരിയയും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മുടെ കോളേജിലുള്ള ലൈബ്രറിയിൽ 2 സെക്ഷൻസായിട്ട് ഡിജിറ്റൽ ലൈബ്രറി വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് താഴെയുള്ളത് UG സ്റ്റുഡൻസിന് വേണ്ടി, മുകളിലുള്ള ഫസ്റ്റ് ഫ്ലോറിലുള്ളത് PG സ്റ്റുഡൻസിന് വേണ്ടി. അപ്പം അങ്ങനെ 2 ഡിജിറ്റൽ ലൈബ്രറികളിൽ 20ഓളം 40ഓളം കമ്പ്യൂട്ടറുകൾ അടങ്ങുന്ന ഡിജിറ്റൽ ലൈബ്രറി നമ്മുടെ കോളേജിലുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നിരുന്ന് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ, ഈ റിസോഴ്സസ് ഉപയോഗിക്കാനൊക്കെ നിങ്ങൾക്കവിടെ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നമ്മുടെ ലൈബ്രറിയിൽ പ്രത്യേകമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ ഒന്ന് ബുക്ക് ലെൻഡിങ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റെഫറൻസ് സർവീസ് പറഞ്ഞു. ശ്രവ്യം ഓഡിയോ ലൈബ്രറി. ശ്രവ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജ് ലൈബ്രറിയിൽ പ്രത്യേകമായിട്ട് കൊടുക്കുന്ന ഒരു സർവീസാണ്. അത് നമ്മുടെ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, കാഴ്ച പരിമിതിയുള്ള സ്റ്റുഡൻസിന് വേണ്ടി അവർക്ക് ആവശ്യമായ ബുക്കുകൾ വായിച്ച് ഓഡിയോ ഫോമിലാക്കി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. അപ്പോൾ നമ്മുടെ കോളേജിലുള്ള NSS സ്റ്റുഡൻസിൻ്റെ സഹായത്തോടെ അവരാവശ്യപ്പെടുന്ന പുസ്തകങ്ങൾ, അക്കാഡമിക് ബുക്സോ ജനറൽ ബുക്സോ ഒക്കെ നമ്മൾ വായിച്ച് ഓഡിയോ ഫോമിലാക്കിയിട്ട് അവർക്ക് കൊടുക്കുന്നു, സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു സംവിധാനമാണ് ശ്രവ്യം എന്ന് പറയുന്ന ശ്രവ്യം ഓഡിയോ ലൈബ്രറി. ദ നെക്സ്റ്റ് accessibility to നാഷണൽ ഓഡിയോ ലൈബ്രറി സുഗമ്യ പുസ്തകാലയം. സുഗമ്യ പുസ്തകാലയം എന്ന് പറഞ്ഞാൽ നാഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ ലൈബ്രറിയിലാണ്. അങ്ങോട്ടുള്ള ആക്സസ് നമുക്കുണ്ട്. ക്വസ്റ്റ്യൻ ബാങ്ക് ഫ്രം പ്രീവിയസ് ഇയേഴ്സ് ഫോർ ഈച്ച് സബ്ജക്ട്സ്. ദെൻ ഓൺലൈൻ റെഫറൻസ് സർവീസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ലൈബ്രറി ബ്ലോഗ്, റെപ്രോഗ്രഫി സർവീസസ്, ഇൻ്റർനെറ്റ് കഫേ, കറണ്ട് അവയർനെസ് സർവീസ്. മറ്റൊന്നാണ് ഒപ്പാക്, ഓൺലൈൻ പബ്ലിക് ആക്സസ് കാറ്റലോഗ്. അതായത് നമ്മുടെ ലൈബ്രറിയിലുള്ള കളക്ഷൻസ്, ബുക്സ് ഒക്കെ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലോ നിങ്ങളുടെ പേഴ്സണൽ ലാപ്ടോപ്പിലോ ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ലൈബ്രറിയിലെ ബുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഒപ്പാക് എന്ന് പറയുന്നത്, ഓൺലൈൻ പബ്ലിക് ആക്സസ് കാറ്റലോഗ്. ദെൻ ഓൺലൈൻ ലെക്ചർ ഹാൾ ആൻഡ് വീഡിയോ കോൺഫറൻസിങ്, ഓഡിയോ ലാബ് ഫോർ ബുക്ക് റെക്കോർഡിംഗ്. ഇതൊക്കെ നമ്മുടെ കോളേജിൽ ലൈബ്രറിയുടെ സർവീസസാണ്. ഓക്കെ, വെൻ വി അപ്രോച്ച് എ ലൈബ്രറി ബുക്ക്, എന്താ ഒരു ലൈബ്രറി ബുക്കിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്?
നമ്മൾ സാധാരണ ബുക്ക് ഷോപ്പിൽ പോയിട്ട് ഒരു ബുക്ക് വാങ്ങിക്കുന്നതും ഒരു ലൈബ്രറി ബുക്കും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളൊരു സാധാരണ ഷോപ്പിൽ പോയിട്ട് ഒരു ബുക്ക് വാങ്ങിക്കുമ്പോൾ അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ ബുക്കാണ്. നിങ്ങൾക്ക് ആ ബുക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മുടെ ഈ കോളേജ് ലൈബ്രറിയിലുള്ള ഓരോ ബുക്കും കോളേജിൽ പഠിക്കുന്ന 4500ഓളം 5000ഓളം സ്റ്റുഡൻസിനും സ്റ്റാഫിനും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളുടെ പേഴ്സണൽ ബുക്ക് പോലെ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. രണ്ടാമതായിട്ട് കുറേ പ്രോസസ്സിലൂടെ കടന്നാണ് ഒരു ലൈബ്രറി ബുക്ക് ആയിത്തീരുന്നത്. അതായത് ഒരു ലൈബ്രറി ബുക്ക് നോക്കുമ്പോൾ അതിൽ പലതരം സീലുകൾ, പലതരം നമ്പറുകൾ, പലതരം ലേബലുകൾ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ലൈബ്രറിയിൽ ഒരു ബുക്ക് എത്തിക്കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബുക്കാണ് ലൈബ്രറി ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബുക്കിൽ പലതരം നമ്പറുകൾ, അക്സഷൻ നമ്പർ, കോൾ നമ്പർ പോലുള്ള നമ്പറുകൾ കാണാൻ സാധിക്കും. അക്സഷൻ നമ്പർ എന്ന് പറയുന്നത് ഒരു ലൈബ്രറി ബുക്കിൻ്റെ യുണീക്കായിട്ടുള്ള നമ്പറാണ്. ആ ബുക്ക് ലൈബ്രറിയിൽ വരുന്നതനുസരിച്ച് ആ ബുക്കിന് കൊടുക്കുന്ന ഒരു നമ്പറാണ് അക്സഷൻ നമ്പർ. കോൾ നമ്പർ എന്ന് പറയുന്നത് ഒരു ബുക്ക് സെർച്ച് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു നമ്പറാണ്. അപ്പം കോൾ നമ്പർ അനുസരിച്ചാണ് ബുക്കുകൾ ലൈബ്രറിയിൽ ഷെൽഫിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ പർട്ടിക്കുലർ ബുക്കിൻ്റെയും സബ്ജക്റ്റ് അനുസരിച്ച്, ടൈറ്റിൽ അനുസരിച്ച്, ഓർഡർ അനുസരിച്ച് ഒരു ബുക്കിന് ഒരു പർട്ടിക്കുലർ നമ്പർ നൽകുന്നു. ആ നമ്പറിനെയാണ് കോൾ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൾ നമ്പർ അനുസരിച്ച് ബുക്ക് ലൈബ്രറി ഷെൽഫിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളൊരു ബുക്ക് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ആ ബുക്കിൻ്റെ കോൾ നമ്പറാണ്. അപ്പോൾ ആ കോൾ നമ്പർ അനുസരിച്ച് ഇപ്പോൾ 328.5 എന്നുള്ള ഒരു കോൾ നമ്പർ കണ്ടാൽ ആ നമ്പർ നിങ്ങൾ പർട്ടിക്കുലർ ഷെൽഫിൽ പോയി അവിടെ ആ ബുക്കിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഒരു ബുക്ക് ലൈബ്രറിയിൽ സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ പലതരം ബുക്കുകളുണ്ട്. ജനറൽ ബുക്കുണ്ട്, സബ്ജക്റ്റ് ബുക്കുണ്ട്, ടെക്സ്റ്റ് ബുക്കുണ്ട്, റെഫറൻസ് ബുക്കുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ലൈബ്രറി ബുക്കിൽ പലതരം സ്ലിപ്പുകൾ, ഡ്യൂ ഡേറ്റ് സ്ലിപ്പുകൾ, ബാർകോഡ്, സീല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം കൂടെ കൂടുന്നതാണ് ഒരു ലൈബ്രറി ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്മളൊരു ലൈബ്രറിയിലൊരു ബുക്ക് സെർച്ച് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ലൈബ്രറിയിൽ ബുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഓരോ ബുക്കിൻ്റെയും പർട്ടിക്കുലർ സബ്ജക്റ്റ് അനുസരിച്ചാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ ബുക്കുകളെല്ലാം ഒരു സ്ഥലത്തേ കാണുകയുള്ളൂ, അതുപോലെ മാത്സിൻ്റെ ബുക്കുകൾ മറ്റൊരു സ്ഥലത്തേ കാണുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് ബുക്ക് വച്ചിരിക്കുന്നു. ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് തന്നെ ഇപ്പം ഓരോ ഉപവിഷയങ്ങൾ, അതായത് ഓരോ ബുക്കിൻ്റെയും പ്രത്യേക ടൈറ്റിൽസ് അനുസരിച്ച് ബുക്കുകൾ ഷെൽഫിൽ വച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു ലൈബ്രറി ബുക്ക് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ലൈബ്രറി മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ 2 വശത്തായിട്ട് 2 കമ്പ്യൂട്ടർ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അവിടെ ഒപ്പാക്കാണ്, ഓൺലൈൻ പബ്ലിക് ആക്സസ് കാറ്റലോഗ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ബുക്ക് സെർച്ച് ചെയ്യാം. ബുക്ക് സെർച്ച് ചെയ്യുന്നത് ഓതർ വൈസ്, സബ്ജക്റ്റ് വൈസ്, ടൈറ്റിൽ വൈസ് ഒക്കെ നിങ്ങൾക്ക് ബുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ബുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെയ്യേണ്ടത് ആ ബുക്ക് എൻ്റെ കോൾ നമ്പർ നോട്ട് ചെയ്യുക. ആ കോൾ നമ്പർ അനുസരിച്ച് നമ്മൾ ആ പർട്ടിക്കുലർ ഷെൽഫിൽ പോയി ബുക്ക് എടുത്ത് നമ്മൾ നേരെ വരേണ്ടത് എങ്ങോട്ടാണ്? നമ്മൾ നേരെ വരേണ്ടത് സർക്കുലേഷൻ കൗണ്ടറിലേക്കാണ്. സർക്കുലേഷൻ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈബ്രറിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു പ്രത്യേക കൗണ്ടർ, ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ സർക്കുലേഷൻ കൗണ്ടറാണ്. അപ്പോൾ അവിടെ സർക്കുലേഷൻ കൗണ്ടറിൽ വന്നാൽ നിങ്ങളുടെ ID കാർഡ്, അതുപോലെ ആ ബുക്ക് അവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ID കാർഡിൽ നിങ്ങളുടെ ബുക്ക് നിങ്ങളുടെ പേരിൽ ഇഷ്യൂ ചെയ്യപ്പെടും. അപ്പോൾ UG സ്റ്റുഡൻസിന്, ഡിഗ്രി സ്റ്റുഡൻസിന് 4 ബുക്കുകൾ ഒരു സമയം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. 4 ബുക്കുകൾ, നിങ്ങളുടെ സബ്ജക്റ്റ് ബുക്ക്, ജനറൽ ബുക്ക് അടക്കം 4 ബുക്കുകൾ നിങ്ങളുടെ പേരിൽ ഇഷ്യൂ ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങളൊരു ബുക്ക് സെർച്ച് ചെയ്ത് ബുക്ക് എടുത്ത് നേരെ കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് നിങ്ങളുടെ പേരിൽ ഇഷ്യൂ ചെയ്ത് അവിടെ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പേര്, ബുക്കിൻ്റെ പേരൊക്കെ എഴുതി നിങ്ങൾ നേരെ പുറത്തേക്ക് പോവുക. അപ്പോൾ എടുത്ത ബുക്കുമായിട്ട് വീണ്ടും ഷെൽഫിലേക്ക് തിരിച്ചു ചെല്ലരുത്. അത് മിസ്പ്ലേസ് ചെയ്യാനും അത് മാറി വെക്കുവാനൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ നേരെ പുറത്തേക്ക് പോയിക്കൊള്ളുക. പിന്നെ 14 ദിവസത്തേക്കാണ് ഒരു ബുക്ക് നിങ്ങളുടെ പേരിൽ ഇഷ്യൂ ചെയ്യപ്പെടുക. 14 ദിവസം. അപ്പോൾ 14 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത നിമിഷം തന്നെ ആ ബുക്ക് ലൈബ്രറിയിൽ റിട്ടേൺ ചെയ്യുക.
14 ദിവസം എന്നല്ല, നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് തന്നെ ലൈബ്രറിയിൽ ബുക്ക് റിട്ടേൺ ചെയ്യുക. 14 ദിവസം കഴിഞ്ഞുള്ള ഓരോ ദിവസത്തിനും ഒരു ബുക്കിന് ₹1 നിരക്കിൽ നമ്മൾ ലൈബ്രറി ഫൈൻ ഈടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ നിങ്ങൾ ബുക്ക് റിട്ടേൺ ചെയ്യുക. രണ്ടാമത് അത് പല കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലൈബ്രറി ബുക്ക് നമ്മുടെ പേഴ്സണൽ സ്വകാര്യ സ്വത്ത് അല്ല. അത് ഈ കോളേജിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അപ്പോൾ അത് ആവശ്യമുള്ള മറ്റ് കുട്ടികൾ ഉണ്ടായിരിക്കാം. പലപ്പോഴും പല ബുക്കുകളും ചിലപ്പോഴൊക്കെ ഒരു കോപ്പി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ വെച്ചതിന് ശേഷം ആ ബുക്ക് എടുക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് തന്നെ ആ ബുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. രണ്ടാമതായിട്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പേരിൽ വരുന്ന ഫൈൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ നിങ്ങളത് റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഒരു ലൈബ്രറി ബുക്കിനോട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലൈബ്രറി ബുക്ക് ഒരു കോമൺ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ പേഴ്സണൽ ബുക്ക് നമ്മുടേതായ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വായിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യാറുണ്ട്. മാർക്കർ ഉപയോഗിച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബുക്ക് ആശയം ഒക്കെ നമ്മൾ വരച്ച് വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ലൈബ്രറി ബുക്കിൽ ചെയ്യരുത്. നിങ്ങളൊരു ബുക്ക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിലങ്ങനെ എന്തെങ്കിലും മാർക്കുകളോ പേജ് കീറിയതോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിനെ അത് അറിയിക്കണം. അയാളത് നോട്ട് ചെയ്തുകൊള്ളും. ഇല്ല എങ്കിൽ നിങ്ങൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് എഴുതിയത് വരച്ചതൊക്കെ നിങ്ങളാണെന്ന് പറയും. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ഫൈൻ കൊടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ലൈബ്രറി ബുക്ക് എടുക്കുമ്പോൾ കൃത്യമായിട്ടത് പരിശോധിക്കുക. അങ്ങനെ മാർക്കുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അറിയിക്കുക. നിങ്ങളൊരിക്കലും ലൈബ്രറി ബുക്കിൽ എഴുതാനോ വരയ്ക്കാനോ പേജ് കീറാനോ ഒന്നും പാടില്ല. അപ്പം അങ്ങനെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ബുക്ക് തന്നെ റീപ്ലേസ് ചെയ്യേണ്ടതായി വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ പേജൊന്നും കീറിയെടുക്കരുത്. ലൈബ്രറി ബുക്കിൻ്റെ പേജ് കീറുക അല്ലെങ്കിൽ അതിൻ്റെ ബൈൻഡിങ്ങോ ബാർകോഡ് ഒന്നും ഡാമേജ് വരുത്താതിരിക്കുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ നമ്മളൊരു ലൈബ്രറി ബുക്കിനോട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തോടൊക്കെ ചെയ്യുന്ന മിനിമം മര്യാദകളാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ബുക്ക് ലൈബ്രറിയിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് ഒരിക്കലും മിസ്പ്ലേസ് ചെയ്യരുത്. അപ്പോൾ ഒരു ബുക്കിന് ഒരു ലൈബ്രറിയിൽ ഒരു പൊസിഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ബുക്കിൻ്റെ സബ്ജക്റ്റ് അനുസരിച്ച്, ഓതർ അനുസരിച്ച്, ടൈറ്റിൽ അനുസരിച്ച് ഒരു പൊസിഷൻ മാത്രമേ ഉള്ളൂ. അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ ആ ബുക്ക് സെർച്ച് ചെയ്ത് വരുമ്പോൾ ഒരിക്കലും അത് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ബുക്ക് ലൈബ്രറിയിൽ സെർച്ച് ചെയ്യുമ്പോൾ മിസ്പ്ലേസ് ചെയ്യാതിരിക്കുക, സംസാരിക്കാതിരിക്കുക. അവിടെ ഒരിക്കലും ബുക്ക് നമ്മൾ മിസ്പ്ലേസ് ചെയ്യാതിരിക്കുക. അപ്പോൾ മിസ്പ്ലേസ്ഡ് ബുക്ക് ഈസ് എ ലോസ്റ്റ് ബുക്ക് എന്നാണ് പറയുക. കാരണം മറ്റൊരാൾ വന്നു കഴിയുമ്പോൾ ആ ബുക്ക് ഒരിക്കലും എടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ലൈബ്രറി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ബുക്ക് എടുക്കുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അതേ പൊസിഷനിൽ തന്നെ ബുക്ക് തിരിച്ചു വയ്ക്കാനായിട്ട് പരിശ്രമിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ബുക്ക് എടുത്തു കഴിഞ്ഞ് ഉപയോഗം കഴിഞ്ഞ് ഏറ്റവും അടുത്ത് തന്നെ നിങ്ങളത് റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഒരു ബുക്ക് നമ്മൾ പേരിൽ ഇഷ്യൂ ചെയ്താൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം നമുക്കായിരിക്കും. അത് മറ്റാർക്കെങ്കിലും കൊടുക്കാനോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും കേടുവരുത്താനോ നഷ്ടപ്പെടുത്താനോ ഒരിക്കലും പാടില്ല. നമ്മളൊരു ബുക്ക് ലൈബ്രറിയിൽ റിട്ടേൺ ചെയ്യുമ്പോൾ അവിടെയുള്ള സ്റ്റാഫിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം ചെയ്യുക. ഡാമേജ് ഒന്നും ഇല്ലാതെ ചെയ്യുക. രണ്ടാമതായിട്ട് ഏറ്റവും അടുത്ത് തന്നെ റിട്ടേൺ ചെയ്യുക. ഈ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും കാരണത്താൽ നഷ്ടപ്പെട്ടാൽ 2 പരിഹാരമുണ്ട്. ഒന്ന്, അതേ ബുക്ക് മറ്റൊരു ബുക്ക് വാങ്ങി റീപ്ലേസ് ചെയ്യുക. രണ്ടാമതായിട്ട് അതിൻ്റെ ഫൈൻ അടയ്ക്കുക. ഒരു ബുക്ക് നഷ്ടപ്പെട്ട ബുക്കിൻ്റെ ഫൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ പ്രൈസിൻ്റെ 3 ഇരട്ടിയോ 6 ഇരട്ടിയോ 10 ഇരട്ടിയോ ആയിരിക്കാം. ആ ബുക്കിൻ്റെ വാല്യൂ അനുസരിച്ച് ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് അതിൻ്റെ 3 ഇരട്ടി ഫൈന് പ്രൈസ് 6 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടിയൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫൈൻ മേടിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് ബുക്ക് എടുത്താൽ നിങ്ങൾ തന്നെ റിസ്കിൽ ഉത്തരവാദിത്തോടെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. മറ്റൊരു കാര്യം, നമ്മുടെ ലൈബ്രറി ടൈമിങ് നമുക്കറിയാം. നമ്മുടെ കോളേജിൽ
ഏറ്റവും കൂടുതൽ സമയം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കോളേജ് ലൈബ്രറിയാണ്. കോളേജ് ലൈബ്രറി എന്നും ഉണ്ട്. സൺഡേസ്, ഞായറാഴ്ചയോ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സോ ബാങ്ക് ഹോളിഡേയ്സോ ഒഴികെ ബാക്കി എല്ലാ ദിവസവും കോളേജ് ലൈബ്രറി പ്രവർത്തിക്കും, ഇൻക്ലൂഡിങ് വെക്കേഷൻ ഡേയ്സ്. വെക്കേഷനിലും സാറ്റർഡേയ്സിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം കോളേജ് ലൈബ്രറിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും കോളേജ് ലൈബ്രറിയിലേക്ക് വരാം. ഞായറാഴ്ച വരരുത്, അതുപോലെ പബ്ലിക് ഹോളിഡേയ്സിൽ വരരുത്. ബാക്കി ഏത് ദിവസവും വെക്കേഷൻ ഡേയ്സിലോ നിങ്ങൾക്ക് കോളേജിൽ ലൈബ്രറിയിലേക്ക് വന്ന് ലൈബ്രറി ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ദിവസങ്ങളിൽ, സാധാരണ കോളേജ് ക്ലാസ് ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയും, വെക്കേഷൻ ഡേയ്സിൽ രാവിലെ 9 മണി മുതൽ 4 മണി വരെയും നമ്മുടെ കോളേജ് ലൈബ്രറി പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ ഓരോ സെക്ഷനും പ്രവർത്തിക്കുന്ന സമയം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. ഓക്കെ, നമ്മുടെ ലൈബ്രറി റൂൾസ് എന്ന് പറഞ്ഞത് ഞാനൊരു കുറച്ച് പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കോളേജ് ഹാൻഡ് ബുക്കിൽ വിശദമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. പ്രധാനമായിട്ടുള്ളത് ലൈബ്രറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്ലേസ് ഓഫ് റീഡിങ് ആൻഡ് റിസർച്ച്, സ്റ്റഡി ആൻഡ് റിസർച്ച്. അപ്പോൾ മറ്റ് ബിസിനസ്സുമായിട്ട് പരമാവധി അങ്ങോട്ട് വരാതിരിക്കുക. നിങ്ങളവിടെ വരുമ്പോൾ നിങ്ങൾ സംസാരിച്ചിരുന്നാൽ അല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കിയാൽ, ബഹളം ഉണ്ടാക്കിയാൽ അത് പഠിക്കുന്ന മറ്റു കുട്ടികളുണ്ടാകും, അവർക്കത് ഡിസ്ട്രാക്ഷനാണ്. അപ്പം അങ്ങനെയുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗാർഡനിലോ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ചെയ്തുകൊള്ളുക. ലൈബ്രറിയിലേക്ക് വരുന്നത് സീരിയസ് ആയിട്ട് പഠിക്കുവാനും വായിക്കുവാനും റെഫർ ചെയ്യുവാനും മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങോട്ട് വരിക. ലൈബ്രറി ടൈമിങ്ങിനെ പറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലൈബ്രറിയിൽ വരുമ്പോൾ നിങ്ങളുടെ ID കാർഡ് നിർബന്ധമായും നിങ്ങളുടെ കഴുത്തിൽ ഉണ്ടായിരിക്കണം. പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ID കാർഡ് ചുരുട്ടി പോക്കറ്റിലിട്ടുകൊണ്ട് ലൈബ്രറി വരരുത്. ലൈബ്രറി വരുമ്പോൾ നിങ്ങളുടെ ID കാർഡ് കഴുത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ID കാർഡ് അവിടെ സ്വൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലൈബ്രറിയിലേക്ക് കയറുക. ലൈബ്രറി ബുക്സ് വിൽ ബി ഇഷ്യൂഡ് അഗൻസ്റ്റ് യുവർ ID കാർഡ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ നമ്പർ ബുക്ക് നിങ്ങളുടെ ഡിഗ്രി സ്റ്റുഡൻസിന് 4 ബുക്കുകൾ, PG സ്റ്റുഡൻസിന് 6 ബുക്കുകൾ, അതുപോലെ ടീച്ചേഴ്സിന് 10 ബുക്കുകൾ. അങ്ങനെയാണ് നമ്മുടെ ലൈബ്രറിയിൽ ബുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. 14 ദിവസത്തേക്കാണ് നിങ്ങൾക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യുക. 14 ദിവസം കഴിഞ്ഞുള്ള ഓരോ ദിവസവും ഒരു ദിവസം ഒരു ബുക്കിന് 1 രൂപ നിരക്കിൽ നിങ്ങളിൽ നിന്ന് ഫൈൻ ഈടാക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം, ബുക്കിൽ എഴുതാനോ വരയ്ക്കാനോ പേജ് കീറാനോ ബുക്ക് ഡാമേജ് വരുത്താനോ ഒന്നും പാടില്ല. അങ്ങനെ കാണുന്ന പക്ഷം അതിൻ്റെ ഫൈൻ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ബുക്ക് നമുക്ക് നഷ്ടപ്പെട്ടാൽ ഒന്നെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഫൈൻ കാൽക്കുലേറ്റ് ചെയ്ത് അത് അടയ്ക്കുക. പീരിയോഡിക്കൽസ്, ജേർണൽസ്, റെഫറൻസ് ബുക്കുകളൊന്നും നിങ്ങളുടെ പേരിൽ ഇഷ്യൂ ചെയ്യപ്പെടുകയില്ല. അത് നിങ്ങൾക്ക് ലൈബ്രറിയിൽ വെച്ച് തന്നെ വായിക്കാനും പഠിക്കുവാനും റെഫർ ചെയ്യാനുള്ളതാണ്. അതൊരിക്കലും നിങ്ങളുടെ പേരിൽ ഇഷ്യൂ ചെയ്യുകയില്ല. The books of Christ College Library are primarily meant for the staff and students of Christ College. നമ്മുടെ കോളേജ് ലൈബ്രറിയിലുള്ള ബുക്കുകൾ പ്രധാനമായിട്ടും നമ്മുടെ കോളേജിലുള്ള സ്റ്റാഫിനും സ്റ്റുഡൻസിനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ പല ബുക്കുകളും നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ആവശ്യമുണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ അത് ബുക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകരുത്. അത് പലപ്പോഴും നമ്മുടെ കോളേജിലുള്ള കുട്ടികൾക്ക് അത് ആവശ്യപ്പെട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കാതെ പോകും. അപ്പം അങ്ങനെ കാണുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നമുക്ക് നടപടി സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പേരിൽ നിങ്ങൾ ബുക്ക് എടുത്തുകൊള്ളുക, നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. മറ്റ് ഉള്ളവരുടെ കോളേജിൻ്റെ ഉള്ളവർക്ക് വേണ്ടി കോളേജ് ലൈബ്രറിയിലെ ബുക്കുകൾ എടുക്കാതിരിക്കുക. ഡിജിറ്റൽ ലൈബ്രറിയെ പറ്റി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്റ്റുഡൻസ് ആർ റെസ്ട്രിക്റ്റഡ് ടു എൻ്റർ ദ ലൈബ്രറി വിത്ത് ദെയർ ബാഗ്സ്, അത് ഓൾറെഡി പറഞ്ഞതാണ്. പ്രോപ്പർട്ടി കൗണ്ടർ. യൂസ് ഓഫ് മൊബൈൽ ഫോൺ, നമുക്കറിയാം മറ്റ് പല കോളേജുകളിലും മൊബൈൽ ഫോൺ നിങ്ങളുടെ കോളേജിലേക്ക് കൊണ്ടുവരാൻ പോലും അനുവദിക്കുകയില്ല. ക്രൈസ്റ്റ് കോളേജിൽ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാം, പക്ഷേ റെസ്പോൺസിബിൾ യൂസ് ഓഫ് മൊബൈൽ ഫോണാണ് നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടുകളൊക്കെ നിങ്ങൾക്ക് മൊബൈലിലായിരിക്കാറുണ്ട്. നമ്മളിവിടെ ഈ 3 വർഷം ഇവിടെ ആയിരിക്കുമ്പോൾ ഇതിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് പല വിധത്തിൽ ഈ കോളേജിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കും. ഈ 3 വർഷം ഇവിടെ വന്നിട്ട് ഒന്നുമാകാതെ പോകുന്നവരുണ്ട്, പരമാവധി ഇതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് എടുത്തു പോകുന്നവരുണ്ട്.
അപ്പം അങ്ങനെ എങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പം അക്കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെയുള്ള സംവിധാനങ്ങൾ, ലൈബ്രറി ആയാലും ലാബുകളായാലും മറ്റ് കോളേജിൻ്റെ ഫെസിലിറ്റികൾ ഓരോന്നും ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ ഉപയോഗം മാക്സിമം എടുത്തുകൊണ്ട് വളരെ ഫലപ്രദമായിട്ട് കോളേജിൽ ആയിരിക്കുന്ന ഈ 3 വർഷം നിങ്ങൾ ഉപയോഗിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് പിന്നീട് പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും തിരിച്ച് കോളേജിലേക്ക് വരുമ്പോൾ അവർ വളരെയേറെ സന്തോഷത്തോടെ വരുന്നൊരു സ്ഥലമാണ് കോളേജ് ലൈബ്രറി. കാരണം അവർ പഠിച്ചിരുന്ന കാലത്ത് ഒരുപക്ഷെ അവർക്ക് ഓരോ പഠനത്തിന് ഒരുപാട് സഹായം കിട്ടിയത് കോളേജ് ലൈബ്രറിയിൽ നിന്നായിരിക്കാം. അന്നത്തെ കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു പുസ്തകങ്ങളൊന്നും പലപ്പോഴും അവർക്ക് ആവശ്യത്തിന് വാങ്ങാൻ സാധിച്ചിരുന്നില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ പലപ്പോഴും അവർക്ക് പുസ്തകങ്ങൾ അവരുടേതായിട്ട് വാങ്ങാൻ സാധിച്ചിരുന്നില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ അവർ അക്കാലത്ത് ലൈബ്രറി മാക്സിമം ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വളരെ ഗവൺമെൻറ് തലത്തിൽ വളരെ ഉന്നതമായ ഒരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടെ പഠിച്ചിരുന്നതാണ്, തൻ്റെ ഡിഗ്രി കാലത്ത് പഠിച്ചിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം കോളേജിൽ വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ കടന്നു വന്നത് ലൈബ്രറിയിലേക്കാണ്. അപ്പം അന്നത്തെ കാലത്ത് അദ്ദേഹം പഠിച്ചിരുന്ന ബുക്കുകളിരുന്ന പൊസിഷൻ വരെ അദ്ദേഹത്തിന് ഇപ്പോഴും കാണാപ്പാടമാണ്. അപ്പം അങ്ങനെ വന്ന് അവിടെയൊക്കെ കാണുകയും അന്ന് ഇരുന്ന പുസ്തകങ്ങളും ഷെൽഫുകളൊക്കെ നോക്കുകയും അതിരുന്ന സ്റ്റാഫുകളെ പറ്റിയൊക്കെ പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം വളരെയേറെ സന്തോഷത്തോടെ പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് ലൈബ്രറിയൊക്കെ പരമാവധി ഉപയോഗിച്ചാൽ ഇവിടെയുള്ള നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കറിയാം, നമുക്കൊരു എന്ത് കാര്യത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈഡുകളുണ്ട്. നമ്മുടെ ചിന്തകൾ, ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പ്രവൃത്തികളൊക്കെ എങ്ങനെ വേണമെങ്കിലും തിരിക്കാം. അതിൻ്റെ പോസിറ്റീവ് സൈഡിലൂടെ പോകാം, നിങ്ങൾക്ക് മാക്സിമം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. നെഗറ്റീവ് സൈഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിലും എങ്ങനെ വേണമെന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മുടെ കോളേജിലുള്ള പരമാവധി സൗകര്യങ്ങളെ, ഫെസിലിറ്റീസിനെ പരമാവധി ഉപയോഗിച്ച് ഇവിടെയുള്ളൊരു 3 വർഷക്കാലം ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ പാസ് ചെയ്തിരുന്ന ആ ഷീറ്റ്, അറ്റൻഡൻസിൻ്റെ ഷീറ്റ് കംപ്ലീറ്റ് ആയെങ്കിൽ അത് തരിക. കോളേജിലെ ലൈബ്രറിയെ കുറിച്ചും ആ ലൈബ്രറി എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോളേജിലെ ലൈബ്രറി എങ്ങനെയാണ്
just started out in 2017 or 2015, I don't remember exactly. We are a very young department. And I myself, I'm not a career teacher. I spent about 22 years in working in corporate, one of the best, finest corporates in India. One is RT and the other is category of companies. I take great happiness and pride in being associated with these two companies for such reasons that I always continue to wear blue because of my association and my affection towards the category. Okay. So that said, let us quickly move into our presentation. We have got hardly 1 hour. We'll try to restrict ourselves within 1 hour. It may take 4 or 5 minutes extra, but please bear with us. Let's wait for the slides to appear. Wants to use the washroom, etc. Please take 2-3 minutes and come back immediately with your volunteers permission. Not to waste time once we start out. If we start out, nobody goes outside, nobody comes inside. So now I need your attention. Now no more discussions, please, especially the task force. No more further discussions once we are starting off. No further discussions. Any issues, problems, discomforts, please raise your hand and speak. Okay. So we go by the name PCO. PCO refers to Placement Cell Office. So we would say that the PCO never sleeps. Are we playing the testimonies? You can switch off the lights also. Switch off the lights. Well, please, this is not a movie hall experience, it's something very serious. Namaste, എൻ്റെ പേര് ആദർശാണ്. ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം പാസ്ഔട്ടായ ബി.ബി. മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആക്സിഡന്റ് എന്ന കമ്പനി എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ഈ കോളേജിൽ കാലുമുട്ടിയത് ഒട്ടേറെ സ്വപ്നങ്ങൾ വെച്ചാണ്. ഒരു നല്ല കമ്പനിയിൽ ജോലി കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിൽ പോകണം എന്ന ലക്ഷ്യത്തോടെയാണ്. ആയതിനാൽ അതിലേക്ക് ഒട്ടേറെ സഹായങ്ങൾ നൽകിയത് നമ്മുടെ കോളേജിലെ പ്ലേസ്മെന്റ് കമ്മിറ്റിയാണ്. ഞാൻ പഠിച്ചുള്ളത് ഒരു ഗ്രാമത്തിലാണ്. ആയതിനാൽ തന്നെ എൻ്റെ ഇംഗ്ലീഷ് അത്ര മനോഹരമായിരുന്നില്ല. എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുകയും പറയാനായിട്ട് എവിടെ
its own headquarters at Chennai as a content writer in marketing. Our college placement cell had helped us a lot in getting placed at different reputed organizations. Our college placement cell had helped us a lot for getting placed at reputed organizations. After finding the opportunities that matched the student aptitude, they handheld us throughout all the placement process, that's from placement training to the final interviews. And the placement members were very accessible at any time when we needed their help and support. And most importantly, they were very friendly and at the same time very professional in giving advices and guiding us. They also provided all the technical support that we needed for attending the aptitude tests and interviews. And a lot of our students got placed at different reputed organizations this year, and it's undoubtedly the result of hard work and support provided by our college and the college placement cell. So thanks a lot and all the best for all the future activities of placement cell of Christ College in Irinjalakuda. Thank you. So those were a few testimonials by students. Unfortunately, you saw only DBA. The rest of the students are there. They will come as we proceed. In the interest of time, I am unable to show you all the videos, but we do have a lot of students from every department who have joined in and have benefited immensely from the placement. That said, let us quickly rush the presentation because we will be running short of time. Okay. So we'll quickly run through. Can we go to the next slide? We'll quickly run through the format of the presentation. The placement cell's vision, mission, values. Organizational structure we are not discussing now. A snapshot of 2020 to 23. What happened in 2020 to 23? Then you have challenges, the way ahead. So we'll go to the first slide. Vision. The vision is written here. It's a slightly elaborate statement, but the summary of the vision is that every student from Christ College should be gainfully employed. Gainfully employed means that you should be employed in a situation, in a vocation, which matches your education standards as well as what you aspire for. An MBBS doctor cannot sit in a patrakada. Correct. There should be a match. You should be gainfully employed. You have studied for a PhD. You should not be employed for 2,500 rupees. So there should be a match between what you have learned and what you aspire for and what you are capable of. That is what we mean by gainfully employed. And by becoming gainfully employed, what are the benefits? One is that you realize your aspirations and ambitions. Every student who comes to Christ College will have a certain aspiration or ambition. All of you have aspirations, right? Or you have no aspirations? You have aspirations, right? What do you aspire for? What do you aspire for? What do you aspire to be? Speak up. You can speak up. Don't catch up. Speak up. What is your aspiration? Only I need to hear. I will broadcast it to the audience. What do you aspire to be? എന്താകാൻ ആഗ്രഹിക്കുന്നു? Stay here and leave. Then these are physics, right? Max. What do you aspire to be? Astronaut? College teacher? You aspire to be a bank employee? എന്താ ആഗ്രഹിക്കുന്നു ആകാൻ? You not yet decided? തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാമല്ലോ. എന്ന് പറയുന്നതിന് പകരം തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചിട്ടില്ല. So relax. So you have 3 years time. You have 3 years time to decide what to do. But ideally, then you would be asking yourself the question, if I am not decided, then why attend this session now in my first year? You will get the answers. You will get the answers soon. So once you are gainfully employed, one is that you will realize your aspiration. Point 2, you will be of utility to your family. Your family has invested their time, money and energy to put you through Christ College. You should be able to give them a proper return on investment. Support your families. And third, be of use to the society. How will you impact society? You need to impact society. Unlike normal people who will get educated, get into a job, get married, have children, then die. Finished. You need to be of use to the society. So these are things that we have as our vision of the placement. Go to the next slide. Now, what is our mission? How will we realize this vision? So our mission will say that we need to understand the aptitude of students through continuous and meaningful engagement. We will engage with you. We will discuss with you. We will converse and we will find out how are you placed or what is your aptitude. Somebody wants to become a mathematician. Somebody wants to become an astronaut. Somebody wants to become a hotel manager. Somebody wants to become a college lecturer. So what is your inclination? And then we will try to find out how we can help you realize that. That's point 1. Second, now you have understood what you want to be. Are there enough opportunities for that? Yes and no. Yes, because there are umpteen opportunities.
So we will do the heavy lifting. We will find out where opportunities for employment are available to you. We will place them, present them before you. Point 3, to match the ability of students to demands of assessment. Now, nothing in life comes free. If you need to be selected for a particular program, you need to go through an assessment process. It can be a group discussion like that, sir. Can you listen please? If you are not interested, the doors are always open for you to leave. Okay. So I expect attention when I speak. Okay. So point 3, to ensure that students go through an assessment process and they are capable of fulfilling that assessment process. You need to go through an assessment process. It can be like, it can be a group discussion, it can be an interview, it can be an online assessment where your logical ability, mathematical reasoning, quantitative ability and verbal ability are tested. How do you go through it? How do you navigate this nightmare? It will help you. That is point 2. And point 4, to inculcate in each student a fundamental value system. Most important, all students from Christ College are expected to have a value system. This value system will help you be successful and survive the onslaught of life. Stay true to your values and you will definitely succeed. This value system is extremely important. We will take you through the value system as we proceed. For example, when you take an online assessment, you can't go to the system and do, correct? You can't put in a piece of paper and write, correct? So there will be a value system which will be automatically built into the entire process where you engage with us. So this is the value system that we will drive. Next is, what are our values? What does the placement cell stand for? What are our values? First is pioneering spirit. We will do things which nobody else has done. We will send students to the Middle East. Not many institutions in Kerala have done that. We will send students to the Middle East. Move out of your comfort zone. Step out. Take a few risks. Be pioneers. The first to do something. We will do it. Let us try to do it. Next is tenacity for results. Tenacity. What do you mean by tenacity? Tenacity. What do you mean by tenacity? I'm going a bit fast, I know, but demands of time are such. What do you mean by tenacity? You never give up. You never give up. That's the basic. Reciprocate. You should also never give up. I know students who would have written an examination 10 times, did not get through. 11th attempt, he got into something very big. So never give up. Always keep on fighting. So that is what is meant by tenacity. We will push hard. We will take every effort. We will never give up. Next is continuous learning and upgradation. Not a big thing, but as for us, learning never stops. Daily we learn new things. How do we interact with students? How does each batch differ from the previous batch? What is the method of approach that you use when you deal with other things? How does XYZ company differ from ABC company? All these things we keep ourselves learning and upgrading. What are the skill sets that a company which recruited people in 2022 required, and what is the requirement of a company that is requiring students in 2025? You will be the 26th batch, right? You will be the batch of 2026. So demands will be different. We need to upgrade ourselves and understand how each year is different from the previous year. So this is learning and upgradation. We will also force you to learn. Next is student centricity in operations. This is very clear. We live and die by the students. Correct. Our focus is singularly on the comfort and success of the student. It is not our comfort. It is not the management's comfort. It is not the outside recruiter's comfort. It is the student's comfort which matters. It is the student's success that is our success. How can we enable the student to succeed? That is our success. That is what the management has given to us as our task. We will be centered around the student within the broad parameters of whatever rules and guidelines the institution has set for us. Student centricity. Next is safeguard and enhance institutional reputation. Very important point. Whatever we do, we have to ensure that this great institution's reputation does not suffer. You may get great jobs, you will go there, but you need to ensure that you adhere to a proper value system, you work well, you do all tasks assigned to you, and we should be proud of having placed you there. You are the ambassadors of this institution. Whatever you do, this great institution's reputation should always be safeguarded. These are our values. I'll quickly run through an overview of placements in 2022-23. You can see for yourself. 250 plus students placed, 352 plus placement offers received. Why is there a difference?
250 students, 352 offers. Why is there a difference? BSc Max, Physics. Why is there a difference? What is the difference? 250 students place, 352 offers given. What is the difference? Physics and Max, think logically, right? What is the difference? Why is there a difference? One student may have got more than one offer, multiple offers. Then 24 recruiters, multiple job profiles. Highly varied job profiles. We have companies in construction, we have companies in software. We had companies in airlines, we have companies in hospitality. We have companies engaged in pharma, we have normal software companies. We have automobile dealers. So the list is very diverse. It is not that we will take in only a particular group of companies. There are diverse industries as well as there are very diverse profiles, from people who handle accounts to customer service to software application developers. You have a very diverse pool of companies as well as job profiles. And then we would have trained about 1,400 number of students. Doesn't mean that 1,400 students have been placed. If you count the number of students who have attended our training sessions across, it will be 1,400. Same students would have applied and got trained in multiple sessions. Then 23 training programs, 53 days of training, roughly 2 months of training, 2 full months of training, and over 260 plus training hours, roughly 300 hours of training, which means that you can imagine if you work 8 hours a day, we would have spent about 30 to 40 days training students only. So that is the extent of effort that has gone into training. We'll go. Now, we'll see the stacking order of placements. Which departments have performed well? Which departments need to perform well? Here are the toppers. The toppers are BCA and BSc Computer Science. Both these courses come within the ambit of the Department of Computer Science, not surprising. Followed by BBA, or BBA is on the same level as BSc Computer Science. BSc Max aided 33. So you have a big legacy to carry. ഒരു വലിയ ഭാരം നിങ്ങളുടെ തലയിലുണ്ട്. ഇതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് ആ ഭാരം. BSc Physics, BSc Max aided 33. BCom Self A 20, BCom Self C 18. So which means BCom is organized. BCom Self is organized into multiple departments. So you find that A, B, C, etc. So you find 20 and 18. Okay, we'll go to the next one. So these are the toppers. The previous slide had all the toppers going in. Now you find pacers. Who are pacers? Pacers are the ones who force the toppers to run. Pacers will pace the race. They will push the toppers to go ahead. If the toppers fall back, the pacers will go ahead. So this is the second in the order. So you'll find BCom Self C again coming in. As I said, BCom is organized into A, B, C, etc. So BCom Self C. BCom aided comes close by 17. Chemistry aided 14. Your colleagues in BSc Chemistry. And BCom Taxation, BCom Professional, BCom Self B. So you'll find here the entire pacer group, you will find that BSc Chemistry is leading. In the topper group, you had BSc Max aided. We'll go to the next one. And these are the also rans. These are the people who ran the race, but they will need to contribute more. Also rans, കൂട്ടത്തിൽ ഓടിയവർ. ഓടി നേടിയവർ എന്ന് പറഞ്ഞിട്ടില്ല, കൂട്ടത്തിൽ ഓടിയവർ. So that is this group. So you find a lot of people here. Physics Self, here. You need to contribute more. Max Self, you need to contribute. So this is this particular group. The same opportunities were made available to both groups. BSc Physics, BSc Self, BSc Physics Self and aided, BSc Max Self and aided. The same opportunities are given to both set of students. Some people have utilized it, some people have not utilized it. So that is why this order is presented here. This is to sensitize students to participate and make use of opportunities. We'll go. This is a small study between Self and aided. You find that Self occupies 70% of the placements and aided occupies 30%. Not surprising because Self has got a larger student pool. Self has got a bigger student pool. Then top recruiters. Who are your top recruiters? This year your top recruiters are Accenture, Joy Technology, Wipro, TCS, South Indian and Federal Bank. These are the top recruiters. Accenture, software. Joy Technology, digital marketing. Wipro, no need to explain. TCS, no need to discuss. South Indian Bank, Federal Bank, no need to discuss. These are your top recruiters, top 5 recruiters who have taken in the bulk of placements from here.
All these opportunities are available to every student sitting here, maybe with the exception of hotel management because you occupy a very niche area. Your placements are yet to come to us for the previous year, but I understand that you have a separate placement focus driving you along. Okay. Now, what are your top profiles? What are the jobs that are available? What are the jobs that are being done? What are the jobs that are being done? So, system and application associate, essentially a software job. But don't think that this job means that only if you have studied coding, you can apply for this job at Accenture. Accenture has recruited about 99 students so far. Another 23 students have done their interview today. And are all these students BSc Computer Science and BCA students? No. Lot of them are BSc Maths and BSc Physics students. Lot of them are BCom students. Lot of them are BBA students. And I remember one or two BA literature students also. See, typically these jobs are low coding jobs or no coding jobs. Or these are facilitating functions. So don't think that just because Accenture is a software company, all positions require you to do reams and reams of code. No. So please apply when you see Accenture. Next is digital marketing, the in thing today. Marketing, like everything, is gone into a digital format these days. So definitely you will need to acknowledge the importance of being digital savvy. Next is IT Scholar Trainee. This is essentially a Wipro program wherein along with your career, you will also get to do either an MTech or an MBA. It is combined along with your studies. Next you find BPOS, which is your BPS job, BPO job, business process outsourcing. Next comes bank clerk associate. The name may be a little of a put off, bank clerk. Well paying job, 5,50,000 rupees. Recently enhanced to 6,13,000 rupees. And the last is technology or data associate, which is almost a software job. But again, BSc Physics students and BSc Maths students have been regularly applying and getting through to this job. Now, sector-wise, so you find that, can we go to the previous slide, please? If you look at it, there is something interesting here. If you look at it very closely, you will find that based on the nature of these companies, what will be the skill sets that you will be requiring for this? IT enabled, digital marketing, again IT, business processing, bank clerk, technology. What would be the skill sets that you would require for these programs? Very interesting. I made it clear that you need not be a software engineer to do all these jobs. No. But if you look very closely, you will be able to understand that you will need certain skill sets to be applying for these jobs. It is not your BSc, BCA, that is different. You will understand that, or you need to understand that you should be comfortable with statistical or digital tools like Excel. Point one. You will need to be a good communicator. This is point two, you will need to communicate well in English. Point three, you should be able to deal comfortably with logic and reasoning. All these three things you will have to be very comfortable. If you don't have these skills, you will be expected to master these skills within these 3 years. Let me remind you that if you don't know Excel, today you are considered illiterate. Niraksharananu. You don't know how to read and write in the parayunna poleyanu if you don't know Excel. All these jobs will require you to have a command over these things. You need to have basic proficiency in MS Office. You need to be a good conversationalist. You need to be able to speak well in English. You need to be socially outspoken. You need to intermingle with people well. This is another third skill. You should have sound sense of logic, reasoning. And of course, you should be comfortable with quants to a limited extent. Digital marketing athrakku venda. Ennirunnalum, you should be comfortable doing quants. Now, will every student have all these capabilities? Will every student have? See, when I look at maths and physics, logically you will have all this. Maybe you might be a bit weak on the language part, but you can build up. But if I speak to a BA English student, he or she will need some assistance on certain things, like quants, logical reasoning. So, it is the duty of the placement cell to offer opportunities to students to build up these capabilities. Why I went back to this slide was that I needed to build in that awareness among you that you should be able to have certain skill sets which will enable you to apply or sit for placements. We'll go.
what are the different sectors? What are the different industries? So one is IT and ITES, IT-enabled services. Naturally, because IT is the biggest employer that the country has right now. Second is digital marketing. As I said, this is a very growing field, offers enormous job opportunities. Banking, evergreen field, always in the news. Stable employment, good pay package, respectable in society, good marriage proposals. Correct? Banking. Okay. Next is BPOS, business process outsourcing. Huge employers, huge number of employers. Maybe not as glamorous, but it is much better than walking along the countryside after 3 years. And people asking you, Ndai? Correct? Much better. BPOS is much better. Okay. Now, what are the top paymasters? It's not only about work. You need to get paid. The biggest paymaster is Federal Bank, which offers a pay package of 12 lakhs CTC, which means 1 lakh rupees per month. This is for an officer position, but for PG students. But that is the highest payment that this college has received so far in the history of the college. Point one. Point two, Grand Hyper, Middle East. 2 students were picked up from the college, somewhere about 5,44,000. The third is Zifo. It's a pharma company majoring, it is a software company majoring in pharma. 4,76,000. Akabis, somewhere about 4,44,000. Arab Commercial Bank, IT-enabled service. Next is HSBC, customer service, 4 lakhs. The average salary of our students is 3,37,000. There is an increase. Previous year it was 3,06,000. This year it is 3,37,000. The median salary, where is the middle point? Midpoint. Midpoint is 3 lakh rupees. So this is what we have on offer now. Our aim will be to improve it, both in median salary as well as average salary. Let's see. These are our recruiters, the A to Z of our recruiting organizations. You start with Akabis, you end with Zifo. There are certain names which you may not be very familiar with. You have Akabis, Accenture, Deloitte, EY. All good companies, Federal Bank. Grand Hyper is a retailer in the Middle East. GMI, Global Media Initiative. Hexaware, software, HSBC Banking, IDFC Banking, Hyson Motors, Automobile Retailing, Joy Technology, Digital Marketing, L&T Construction, Movate Software, MRF Tires, 90 plus teaching, skilled in recruitment, South Indian Bank, Banking, Sutherland, BPO, TCS, BPO, admin, lot of jobs, software also. Urban Locomotive is an automobile retailer, Wipro, no explanation required, and Zifo. So these are just a snapshot of what companies, and let me tell you that recruitment has not yet stopped also. For the 2023 batch, the recruitment continues even now. As on today, the recruitment is happening. So it's not that there are no jobs available. There are jobs available. Only thing is that you need to work towards attaining these jobs if these jobs interest you. We'll go. So we have a small picture on the placement progression. This will help you understand how we are placed vis-a-vis last year. We started taking placements very seriously from last year, and this is the result. You find that there is a good increase in the number of students placed as well as the number of offers received. You can see in the number of students placed. You find that last year we had 202. This year we have registered almost a 25% increase. It is 254 not out. We still continue. Number of offers, good increase, 257 last year. And almost 50% increase, 353. As you come in, there is a display board on the left side which says 301. Correct? Did you see? Have you seen that? There is a board which says 301. That was kept at least about 1 month back. Now it is 357. We are sure of touching 400. We are very sure of touching 400, which is a good thing, but there are certain risks associated with it that we will discuss as we proceed. We'll go. So these are your seniors at work. This is HSBC Bangalore, students from here. They were paid for by the company to fly down to Bangalore. Their stay was arranged for 2 weeks, and they have started working. A giant banking organization. Till HSBC and HSBC Bank got merged yesterday. Sorry, till HDFC and HDFC Bank got merged yesterday, HSBC was the world's 4th largest bank. And the way they operate is seen here. Next, this is Accenture. Next, this is your seniors at South Indian Bank and your seniors at Federal Bank during the training sessions. And this is our student who got placed at Grand Hyper Qatar. She's been seen off at the airport. That is her workplace.
and she's seen receiving some certificate of appreciation from her employer. Okay. Is this mine? So let me now hand over. My session is over for the time being. I'll now hand over to the student placement coordinator, Ms. Arati TH, to take you through the rest of the presentation. Thank you. Hello everyone. So my name is T.H. Arati. I'm a second year BBA student. I'm student placement coordinator and I've been working with the placement cell for about 12 months. So I'm going to talk about services that are offered by the placement cell to the students. So the first point is orientation sessions or camp. So each year our placement activity starts with a camp, which is basically a 3-day camp, which is known as Camp Alpha. So in the Camp Alpha, we introduce the students to different recruitments, rounds, simple introduction of how the placement cell works and how do you apply for a job, etc. So it is taken by different professionals, and now we will have our Camp Alpha shortly. And the second point is aptitude training, general and specific. So general aptitude training is, we will have all the final year students to participate in the aptitude training, and it is basically taken by Anu Gopalakrishnan sir of AptiTech. He's a very proficient person in this. And whereas aptitude training specific is when a recruitment specifically happens, we provide aptitude training to the students. So basically what is an aptitude training is, in each recruitment, the first level will be an online assessment. So they will assess your logical reasoning and data interpretation, English, etc. So we provide training for logical reasoning, etc. So last year we did a specific training for federal bank students. So the next one is GD and interview and communication training. So after the online assessment, which is the first round, the second round usually will be a group discussion. So that is GD. We provide students training for group discussion. Last year it was taken by Vishnu sir from Department of Commerce. And interview training, the third round basically of all recruitment process is interview, a face-to-face interview. So we provide mock interviews to the students. These are usually taken by Francis sir, our placement officer, and Robinson sir from Department of Chemistry. So the last point is documentation and onboarding. So placement cell supports the students till you get into the company. So onboarding process, the documentation, certificates, everything which you require will be helped through the placement cell. Next slide. So now I'm going to talk about the services which are offered by us to the recruiters. So the first point is visibility for recruitment drives. So, what is, you will, in the future you will see a lot of posters. You also, as sir told, you saw a flex. So also we will share posters through different groups, and in and around college you can see this. So we provide visibility to the companies. And the next point is document verification coordination. So as I mentioned earlier, we support the students and the recruiters till you reach the company. So if some recruiter wants to get a particular document, they contact us and we provide it. So the second point is facilitates for on-campus assessment and interviews. So there are some companies who ask us to conduct the assessment and interviews in the college. So last year, the 23 pass out, we had Accenture, over 500 plus students did their online assessment and interviews in this college. So we have the facility which we provide to the students. And the next point is facilitate onboarding process. So as I mentioned earlier, we help in processing the certificates, getting the certificates from the office for students, and also to the recruiters. And the last point is background verification and integrity check. So if a recruiter wants, so basically you know that to get into a placement, you need at least 65 to 70% of aggregate marks and no arrears. So you will give that information truthfully, hopefully truthfully. So you will give that information to the recruiters. So at the final, when you receive the offer letter, they will talk to us and ensure that you don't have arrears or you are above this percentage marks. So we provide verification and integrity check as well. So next is institutional responsibilities. That is the responsibility of us to this institution. So the first point is we provide a placement-oriented culture in the campus. That is, you know that our office is at SJ17. So
whenever you have doubts or you have anything, you can come and talk to us. As mentioned in the first slide, the PCO never sleeps. So we endlessly work for the students. So we create an environment where people and students get to know more about placements. The second point is we provide internal body, we provide reports, documents to the internal body. You have seen NAC, SAC visits, so we provide documents for that. And the third point is we participate in corporate meetings, conference, etc. to represent our college. So last week on Saturday, Francis sir and Vaishak sir went for the CIFO conference at Ernakulam. And then we connect with the alumni and get financial and infrastructure support for the current batches. And we, as you all know that online assessments and interviews happen for specific companies in this college, we have a lot of equipments for this. So we are the custodian of these equipments, and we try to take care of these equipments as possible. So this is the image of the Camp Alpha, which I talked about, which marks the event of an year of placement activities, which is a 3-day camp. Next is aptitude training. As I mentioned, it is taken by Anu Gopalakrishnan sir of Aptitech. So you can see 2 images. Next is GD and interview, communication HR training. The first one is taken by Francis sir, and the second one is taken by Vishnu sir. Then we have facilities. So this is where you basically have your online assessments and interviews taking place. So the first one is RUSA Lab, which is an administrative block near Physical Education Department. And the second one is Computer Science Lab, which is in Mother Teresa block. And the third one is Placement Lab or MP Labs. It is in St. Joseph block 29. So we have over 300 plus systems to work for online assessment and interviews. Next is one of the best practice of placement cell is SPG, that is Student Placement Group. So we 3 are the main coordinators of the placement cell, but we cannot manage all the 300 plus or 500 plus students who are coming in. So we have a student placement group. So what are the main aim of a student placement group is that the first one is through student placement coordinators of your class, you will get to know about the current recruitment opportunities. And the second one is the student placement group members have to actively participate in all placement activities that is taking place, and they are also a part of all administrative functions of placement cell. So how does an SPG work? So your class teacher will be required to nominate a male and a female student through a spreadsheet or whatever we communicate through, and you guys will be added to a WhatsApp group. So through the group, we communicate of different activities and recruitments that is happening, which you will share to your class groups. And also, all the SPG meeting takes place on all Wednesdays at 3 p.m. to discuss the placement activities. And the SPG will have different committees, such as training, finance, media, facilities, etc. And the current SPG will also have the task of mentoring the coming up SPG as well. So you can see some of the pictures of SPG in action. These are the meetings. First one is conducted in the classroom in St. Joseph block, and the second one at Placement Lab. Here are another pics and attendance. So all SPG meetings will be recorded. The report will be made. There will be minutes of meeting, and attendance will be taken. So now I will hand over to Francis sir. Thank you, Arati. A brief word of further detailing about Arati. Arati TH is a student in first BBA. She was a student in first BBA. She is currently doing her second year BBA. She comes from Manuti. And she has been an intern. She is doing her internship at the placement cell as a student placement coordinator. We would consider Arati not just as an intern, but as part of one of the key stakeholders in the placement cell group of scheme of things. She handles a lot of portfolios, including documentation, preparation of resource material, liaisoning with suppliers. And in fact, this entire presentation would have been created by Arati herself. So a huge round of applause and credit and thanks is due to Arati. She also happens to be the student IQAC representative for BBA. She is also the winner of the Maria Philip Zonal Debate Competition. And she takes an active interest in lots of things which happen within the college as well as within the Department of Management Studies. So thank you, Arati.
Now, let's quickly go through what are the challenges that we face. I will not take more than 5 minutes here because my next presenter, Vaishak sir, is waiting. One is to create a positive mindset among students, faculty members, and parents. There needs to be a positive mindset. What is a positive mindset? A lot of people think that placements is not enough for me. I am going for higher studies. Don't you think that you should also go for higher studies? Yes. Where will you go? Where will you go for higher studies? Now, if you tell me that you are going for higher studies is something disturbing you? No. If you are going for higher studies, please make sure that you go for higher studies at the best place. Okay. So, where will you go for higher studies? I am asking, say, let us ask a BSc Physics student. So, BSc Physics student, typically, where will you go for higher studies? BSc Physics. We'll go for where? No, you have an indication. It's too early, I know, but let me try to find out. Where will you go? You'll go for MSc, right? You may go for MSc. Where? Where? University of Calicut? Harvard. Okay. So that is the answer that we expect. Fine. You go to Harvard, I am impressed. You tell me that you are going to Vimala College for MSc, I am not impressed. Correct. You tell me that you are going to Canada to do your MSc Physics, I am not impressed. You tell me that you are going to Harvard, Cambridge, Oxford, Stanford, or at least the Indian Institute of Science in Bangalore, or IIT Chennai, IIT Powai, Mumbai, NITI, we are impressed. Correct. So the challenge is to make the right decision. Don't say that I am going for higher studies and go to any nearby institution. Set your sights high, go to the right place. If not, please take up placements. There is nothing wrong. Don't say that or don't think that everything will work according to your plan or my plan. Things are always fluid. So always take up a placement opportunity when it comes to you. Don't get fixated on the concept that you will go only for higher studies. By all means, go for higher studies at premium institutions, great institutions. Correct. So you should set your heights on something. See, this college is the best college that you can get in Kerala. Beyond that, where will you go? So never go to any institution which is lower in stature than this institution. That is what you need to set your mind upon. So you definitely need to go for higher studies, but don't tell that just because you want to go for higher studies, you are giving placement the go by. Please consider placements also. Please consider your higher studies also. Whichever is the good option which you feel at that particular moment in time, please make use of that. Next is over-dependence on IT sector. Very dangerous thing. You can't depend. You can't put all your eggs in one basket. We need to diversify. We need to bring in more companies from various fields. We are working on that. I am sure that the diversity in companies will keep on increasing in the days to come. Point 3, need to move up the value chain. As I said, is something distracting you, my friend? Something distracting you? Please attend. So, need to move up the value chain. See, there are jobs at various levels. It should be our effort to move up each year in terms of job profile, in terms of salaries. We need to move up. We should not be content with a static low level job. It is not that the job is low or any job is low. It is that the value attached to a job will be different. So we need to move up to jobs which will have more value from a social point of view as well as from the organizational point of view. Next is modify syllabus and adopt new courses. Now this is something that needs a larger discussion, but this is a challenge that we are willing to take up on. We'll go next. Create buy-in for available courses. As I said, these days, if you don't know Excel, you are dead. Now, Excel in this college is available at a fraction of the cost than what it is available outside. You should be able to make use of it. That is one challenge. Now, people think, why should I do? We say that, what is the reason that you are not doing? So, there needs to be a buy-in for participating in such courses after recognizing the need for doing such courses. People in the last bench, one who is lying down, if he is not keeping well, he can take care. We can take care of him. My friend, are you all right? Okay, fine. Next is tendency to go overseas to second grade institutions. Going overseas. As I was coming this side, I saw a student going to Canada. As I was coming this side, she is going to Canada. So I wished her all the best. But even as I wish her all the best, I am cautious in my mind that is she going to the
right place for the right purpose in Canada. Think for yourself before you take up overseas assignment, overseas positions. Make proper inquiries. Always think that you should be very, very careful. You should make proper inquiries and then decide on what you plan to do. Next is non-availability of data on off-campus placements. That is slightly a technical topic. We will not deal much on that. Off-campus, on-campus, we will deal with it later. Go. The way ahead, we have a structured, calendarized schedule. It is happening. We have plans for each month, and we will follow that. Focus on increasing participation pool. The bigger the number, the larger the number of students participating in placements, you will find more results coming in. The challenge is to make more of you attend placements so that you get better placed, the institution also benefits. Third is nurture departments with high potential to get incremental additions. This group, this class. You are departments with high potential. Basic physics, mathematics, hotel management, high potential. Great on logical thinking. Great on familiarity with quants. You need to perform well. You need to be in the top orders. Identify corrective action for high potential, low on participation. Certain departments, as you saw in the also rans list, need to perform more. There is sufficient potential for them. There are sufficient opportunities for them, but they are not participating in it fully. So we will have a very structured outreach program to these departments so as to sensitize them on the availability of placements for this department so that they also enter into the placement group. Anything else for me? We have an Instagram page through which we communicate. It is available at Placement Christ Media something, what is it? Christ College Placement Media. That is the Instagram group. You will find a lot of information on placements happening there. Please follow this group and you will find that you can have an indication of what is happening. You may not require it immediately, but as you proceed, you will find that you will benefit from a good knowledge of what is happening in this campus as far as placements are concerned. So with this, I think I'll hand over to my session. Seems to be over. I'll hand over to Vaishak, who is the placement secretary for the PCU. Thanks. Hello. Hello. ഹലോ, നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഉറങ്ങിയ ആൾക്കാരൊന്നും എണീക്കുമോ? കാരണം കുറേ നേരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. സാറോട് പറയുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ഫൈനൽ ഇയർ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്നൊരു പേരായിരിക്കും പ്ലേസ്മെൻറ്റ്സ്. നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാലും കേൾക്കാൻ പോകുന്നൊരു പേരായിരിക്കും പ്ലേസ്മെൻറ്റ്സ്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താ? അപ്പോൾ ഈ സമയം വിലപ്പെട്ടതാണോ? അല്ലാന്നോ? വീട്ടിൽ പോണ ആൾക്കാരല്ലേ പറഞ്ഞ നേരത്തെ. അപ്പോൾ ഞാൻ വേഗം അവസാനിപ്പിക്കാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ? അത് ഞാൻ പതുക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതിയാ. പ്ലേസ്മെൻ്റാണ് ഞങ്ങൾ ടീം. കുഴപ്പമില്ലല്ലോ? കാരണം വ്യത്യസ്തമായ സൗണ്ട് ഞാൻ നേരത്തെ കേട്ടു. സാർ പറഞ്ഞൊരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് ഹാൻഡ് ഓവർ മൈക്ക് എനിക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാക്കിങ് സൗണ്ട് ഇട്ട് ധൃതിയുണ്ടല്ലോ പോകാനായിട്ട്. പെട്ടെന്ന് അവസാനിപ്പിക്കാം. കാരണം നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണേ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പാൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടേഴ്സ് ഐ ഡി ഇതെല്ലാം ഉണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ ലാസ്റ്റ് കണ്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്സെഞ്ചർ തന്നെ കമ്പനി വന്നു, എല്ലാവരും കൂടി ഇടിച്ച് കയറി പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു പാൻ കാർഡ് മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞു. പാൻ കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ അത് അറ്റൻഡ് ചെയ്യാൻ കൂടി പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ട് തന്നെ പാൻ കാർഡ് പെട്ടെന്ന് ഉടനെ ഇപ്പോഴും എടുത്ത് വയ്ക്കാൻ ശ്രമിക്കണം, ലാസ്റ്റ് ഇയർ ആകുമ്പോഴേക്കും, കേട്ടോ. പിന്നെ ഒരു അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയർ നമുക്ക് അടിച്ച് വിളിക്കാം, സെക്കൻഡ് ഇയർ പഠിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. കാരണം ഞാൻ ഈ കോളേജിൽ തന്നെ പഠിച്ച ഒരാളായിരുന്നു. ഞാൻ അലുമിനിയാണ് ഇവിടുത്തെ. അപ്പോൾ ഫസ്റ്റ് ഇയർ അടിച്ച് വിളിച്ചു, അവന് 3 സപ്ലി കിട്ടി. സെക്കൻഡ് ഇയർ ആയപ്പോൾ വീണ്ടും അടിച്ചുകളുടെ ലോകത്തേക്ക് പോയി, വീണ്ടും കിട്ടി. അങ്ങനെ അവനിപ്പോൾ വേറൊരു മേഖലയിൽ ഇപ്പോൾ വർക്കില്ലാണ്ട് വർക്ക് ചെയ്യണ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പം അവൻ ഫസ്റ്റ് ഇയർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവനും ഒരു നല്ലൊരു ജോലി കിട്ടിയാനെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് സെം തൊട്ടേ നിങ്ങളുടെ മാർക്ക് 60% മേലെ ആക്കിയാലേ പറ്റൂ. എന്നാലേ നിങ്ങൾക്ക് നല്ല നല്ല ബാങ്കിലും നല്ല നല്ല സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുള്ളൂ. പിന്നെ വല്ല സപ്ലി അരിയേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ഡ്രൈവിൽ പങ്കെടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ളവരെ അവർക്ക് ആവശ്യമില്ല. ഹലോ, ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാരെയും കമ്പനികൾക്ക് ആവശ്യമില്ല.
സീരിയസ്ലി നിങ്ങൾ സംസാരിക്കണം ഞാൻ പറയുകയാണെങ്കിൽ. കാരണം ഇപ്പോൾ സാറ് ചോദിച്ചപ്പോൾ ഈ കുട്ടി നേരത്തെ പേടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പ്രതികരിക്കാം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തുറന്ന് പറയാം. കേട്ടാ? സമയമുണ്ട്. അപ്പോൾ തുടരല്ലേ? കുഴപ്പമില്ലല്ലോ. ഞാൻ അല്ലെങ്കിൽ ഇനി പതുക്കെ പതുക്കെ പറയുള്ളൂ കേട്ടോ. ഞാൻ പറയാം. അത്യാവശ്യമായി നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇംഗ്ലീഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? പോണ്ടേ? ഓക്കെ. അപ്പോൾ ഞാൻ ഉഷാറായിട്ടിരിക്കുക. എല്ലാവരും ഉഷാറായിട്ടിരുന്ന 5-10 മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കും. ഇപ്പം എണീറ്റില്ല എല്ലാവരും. അപ്പോൾ പറഞ്ഞു തന്ന കാര്യം ഇത്രേ ഉള്ളൂ. പിന്നെ കോളേജിൽ എന്തെങ്കിലും ഡിസിപ്ലിനറി വല്ല ഇഷ്യൂസ് വരാണെങ്കിൽ, വല്ല കോപ്പി അടിച്ച് പിടിച്ചു അല്ലെങ്കിൽ വല്ല തല്ല് കേസിൽ പെട്ടു, ചിലപ്പോൾ തല്ല് കാണാൻ പോകുന്ന ആളായിരിക്കും, അയാളോട് നോക്കി നിൽക്കുന്നുണ്ടാവും. ഇവിടെ എല്ലാ ക്യാമറയും വർക്കിംഗ് ആണ്. ആ ക്യാമറ നോക്കുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ടാക്കി അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേരിലും കിട്ടും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് ലിസ്റ്റ് തരും. ഈ ലിസ്റ്റിലുള്ള ആരും പ്ലേസ്മെൻറ്റിലേക്ക് വരണ്ട, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ട. അപ്പോൾ അതിലൊന്നും പെടാതെ ഇരിക്കുക, ശ്രമിക്കുക. പിന്നെ മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള പ്രോഗ്രാംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ലാംഗ്വേജ് ശരിയാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാപ്ടോപ്പ് ലാബ് പ്ലേസ്മെൻറ്റ് കിട്ടാനായിട്ട് ഒരു ലാപ്ടോപ്പ് ലാബ് തന്നെ നമുക്കുണ്ട്. ഒരു 40ഓളം ലാപ്ടോപ്പ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വെബ് ക്യാമ്പ്സ് 200ഓളം സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടിയതുകൊണ്ട് പ്ലേസ്മെൻറ്റ് ഡ്രൈവിൽ ഇപ്പോൾ ഞാൻ സാറ് ലാസ്റ്റ് പോയ ഒരു മീറ്റിങ്ങിൽ പറയണ്ടായിരുന്നു വെബ് ക്യാമ്പ് ഇല്ലയെന്ന് ഒരു കോളേജിൽ. പിള്ളേർ കൂടുതലാണ്. അപ്പം പക്ഷേ നമുക്ക് ഒരു പ്രയോജനം ഉള്ളത്, നമുക്കിവിടെ ഇഷ്ടംപോലെ 200 വെബ് ക്യാമ്പ് മാനേജ്മെൻറ്റ് മേടിച്ചു തന്നുണ്ട് പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അത് വെറുതെ ഇരിക്കില്ലേ? ഇവിടെ 3 വർഷം കഴിഞ്ഞാൽ നിങ്ങളാണ് പ്ലേസ്മെൻറ്റ്സ് നോക്കേണ്ട ആൾക്കാർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തേർഡ് ഇയർ കഴിഞ്ഞ് പോകുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോയിട്ടേ ഒരു 4 കമ്പനിയുടെ ഓഫർ ലെറ്റർ നിരത്തി വയ്ക്കുക. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇതെല്ലാം നിങ്ങൾക്ക് ഇട്ട് ജോലികളാണെന്ന് സങ്കല്പിക്കുക. വല്ല കുഴപ്പമുണ്ടോ സങ്കല്പിച്ചാൽ? ചിലവുണ്ടോ? അപ്പോൾ സങ്കല്പിച്ചുകൂടെ? അപ്പോൾ റേഞ്ച് ആലോചിക്കുക. നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല? ഞാൻ ഉദ്ദേശിച്ച മനസ്സ് മൊത്തം പറയട്ടെ. നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യം, നിങ്ങൾ ഹയർ സ്റ്റഡീസാണ് നോക്കണേ. എന്നാലും ഒരു 3 കമ്പനിയുടെ ഓഫർ ലെറ്റർ നിങ്ങളുടെ കൈ കിട്ടി. എന്നിട്ട് വീട്ടിൽ പോയിട്ട് പറയും ഞാൻ ഇതിൽ എവിടേക്കാണ് പോകണ്ടേ. സാറിൻ്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഒരു പയ്യനുണ്ട് ജോൺ എന്ന് പറഞ്ഞിട്ട്, ജോൺ പി അനിൽ അല്ലേ സാറേ, 5 ഓഫർ ലെറ്റർ വെച്ചിട്ട് അവൻ ചോദിക്കുക എവിടേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ അവൻ ഫെഡറൽ ബാങ്കിൽ സാറേ കയറിയാണ്, ഫെഡറൽ ബാങ്കിൽ കയറിയിട്ടുണ്ടവൻ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈശ്വര സംതിങ് എന്തുകൊണ്ട്. അങ്ങനെ വേണ്ടി ഒരാൾ ഓടിക്കതിച്ച് വന്നു. അപ്പോഴേക്കും പ്ലേസ്മെൻറ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ലേറ്റായി പോയി. അതുപോലെ മാർക്കിൻ്റെ കാര്യം നേരത്തെ പറയണ്ടായിരുന്നു. കാരണം ഫെഡറൽ ബാങ്കിൽ ഉണ്ടായൊരു ഇൻസിഡൻ്റ് ആട്ടോ. ഫെഡറൽ ബാങ്കിൽ 60% മാർക്ക് വേണം. അങ്ങനെ 60% കൂടുതൽ ആൾക്കാർ മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ. അതിലൊരു പയ്യൻ ടെസ്റ്റ് പാസ്സായി, GD പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയിട്ടൊരു സ്റ്റേജ് ഉണ്ട്. അതിൽ ചെന്നപ്പോൾ മാർക്ക് നോക്കിയപ്പോൾ 59 പോയിൻറ്റ് സംതിങ് ഉള്ളൂ. ആ ഒറ്റ കാരണത്താൽ അവൻ ഔട്ടായി. മനസ്സിലായോ? അപ്പോൾ അതും ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് മൊത്തം എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയണേ. അതുകൊണ്ട് ഞാൻ PPTയിലുള്ളത് തന്നെ അടിച്ചു വിടാനൊന്നും നമുക്ക് ഉദ്ദേശിക്കണില്ല. കാരണം നിങ്ങൾക്കും പോകണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു ഇൻ്റർവ്യൂ നാളെ ഉണ്ടെന്ന് വയ്ക്കുക. 10 മണിക്ക് നിങ്ങളെപ്പോൾ എത്തും? 8 മണിക്കാ? 9:30? എല്ലാവരും 9:00 എത്തോ? ആർക്കെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയാട്ടാ. 9:30 ഒരു തരം ഉറപ്പിച്ചാ? ഇല്ല, 9:45? 9 മണിക്ക് എത്തും. നല്ല കാര്യം. വേറെ ആരുള്ളേ? 9 ഉണ്ട്, ഇപ്പോൾ 9 ഉണ്ട് കേട്ടോ. ഇനി ആരെങ്കിലുണ്ടോ? 9:45? 9:15? അപ്പോൾ 9, 9:15, 9:30. ഇനി ആരെങ്കിലും ഉണ്ടോ? 9:15 ഉറപ്പിച്ചില്ലേ? അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയാം, ഒരു 30 മിനിറ്റ് മുമ്പെങ്കിലും അവിടെ ഉണ്ടാവണം കറക്റ്റായിട്ട്. 9 മണിക്ക് നല്ല കാര്യം കേട്ടോ. ചായ കുടിച്ചിരിക്കാം, റിലാക്സ് ആയിട്ടിരിക്കാം. അപ്പോൾ നേരത്തെ വരുമ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഇത്തിരി റിലാക്സ് ആയിരിക്കും. അപ്പോൾ അതാണ് ഒരു കാര്യം.
പിന്നെ ഇവിടെ ഈ കോളേജിൽ ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് പ്രയോജനപ്പെടും എന്നുള്ള കാരണം കൊണ്ട് ഇപ്പോൾ കമ്പനീസ് വരുമ്പോൾ നിങ്ങളുടെ ഒരു റെസ്യൂം കാണുന്ന സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങുകളും അല്ലെങ്കിൽ മൊത്തം ആഡം കോഴ്സുകൾ എന്ത് കോഴ്സായാലും ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്കവിടെ പ്രയോജനപ്പെടും. കാരണം അവർ ഇതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ എക്സൽ, മൈക്രോസോഫ്റ്റ്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ല ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ജോലി വേണ്ടേ? നിങ്ങളുടെ മുഖത്തെന്താ ഒരു ഫീൽ ചെയ്യാത്ത? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ NCC, NSS, തവനിഷ് അങ്ങനത്തെ ഒരുപാട് സംഘടനകളുണ്ട്. ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾ കയറണം. എന്തുകൊണ്ടാന്ന് ചോദിക്കി. അപ്പോൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും, കമ്പനിക്കാർ കാണുമ്പോൾ തവനിഷിലെ മെമ്പറാന്ന് കാണിക്കും. അപ്പോൾ അവർ ചോദിക്കും എന്താണ് തവനിഷ് ചോദിക്കില്ലേ? അപ്പോൾ നിങ്ങളെന്ത് പറയും? ഞാനപ്പോൾ ഒരു മിനിറ്റ് പറയും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരാം. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലോണം പറയാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മെമ്പറായിട്ടുണ്ടാവണം. അത് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോബീസ് ഉണ്ടാ. ഞാൻ രാവിലത്തെ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ഉറങ്ങുന്നതാണ് ഹോബി എന്ന് പറഞ്ഞു. അല്ല, കാര്യമായിട്ട് പറഞ്ഞോട്ടെ, നേരത്തെ ക്ലാസ് ഉണ്ടായ സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഹോബീസ്? പാട്ട് കേൾക്കും, വായിക്കും, ബുക്ക് വായിക്കും, പിന്നെ ഫോൺ നോക്കും. ഓക്കെ, റീൽസ് കാണാറില്ലേ? താല്പര്യമില്ലാത്ത ആൾക്കെന്നെ ഇഷ്ടമാണ് റീൽസ്, കാര്യമില്ല. അപ്പോൾ നമുക്കൊരു പാഷനും ഒരു ഹോബീസൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിലെ ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾ ചെറുതായിട്ട് കാണുന്ന പല ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ മെയിനായിട്ട് വരുന്ന ചോദ്യങ്ങൾ. മനസ്സിലായില്ലേ പറഞ്ഞത്? പിന്നെ ഇത് പറഞ്ഞപ്പോൾ മെയിനായിട്ടൊരു കാര്യം ഓർമ്മ വന്നത്. ഇതേ ഹാളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഫ്രാൻസ് സാറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ കമ്പനിക്കാരൊന്നും ഇരിക്കുക, ഇതുപോലെ ഫുൾ സ്റ്റുഡൻസ്. പെട്ടെന്ന് അവൻ ഈ ഡോർ തുറന്നു. നിങ്ങളിപ്പോൾ എവിടേക്ക് നോക്കുക? ഇപ്പോൾ ഡോറിന് ഒരാൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്ക് നോക്കുക? അങ്ങോട്ട് നോക്കില്ലേ? അതാരടെ നോക്കാത്ത ആള്? അപ്പോൾ നോക്കി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കമ്പനിക്കാർ നോക്കിയപ്പോൾ അവനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി പെയിൻറ്റ് 2 ഓട്ടൊക്കെ ആയിട്ട് കയറി വരാം. അപ്പോൾ സാറ് കണ്ടു. അപ്പോൾ സാറപ്പോൾ സാറിന് ദേഷ്യം വരാം. അപ്പോൾ ഇവരെ വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അവ അവിടെ ഇരുന്നിട്ട് ഗംഭീര സംസാരം ബാക്കിൽ. അപ്പോൾ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഡ്രസ്സുമായിട്ട് വരാൻ പറഞ്ഞു. അവൻ നല്ല വൃത്തിയിൽ വന്നപ്പോൾ അവൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് പോയി. പക്ഷെ പിന്നെ അവൻ മുടിയൊക്കെ വെട്ടി പിന്നത്തെ ഇൻ്റർവ്യൂ സെത്തർലാൻഡിലാണ് സാർ കയറിയത്. പിന്നെ അവനക്ക് ജോലി കിട്ടി. അവൻ ആ മുടിയൊക്കെ വെട്ടി അവൻ പക്കയിട്ട് വന്നപ്പോൾ അവന് വേറെ കമ്പനിയിൽ കിട്ടിയത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യം അവൻ ശ്രദ്ധിക്കണം. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിനായാലും ശ്രദ്ധിക്കില്ലേ? പിന്നെ മെയിനായിട്ട് കാര്യം, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട് എല്ലാവരും? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോ, ധൈര്യമായിട്ട് പറയാം. കാരണം ഇപ്പോൾ ഫൈനലൈസ് ആയ ചില സ്റ്റുഡൻസ് സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്നിട്ട് നമ്മളിരിക്കും, പാസ്വേഡൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ ചോദിക്കില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. ചോദിക്കാണ്ടത് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. എങ്ങനെയാ? നമ്മൾ കുറച്ചേരം നോക്കിക്കണം. അപ്പോൾ ഇവരൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കില്ലേ? അപ്പോൾ അതാണ് അടുത്തൊരു കാര്യം. പിന്നെ മെയിനായിട്ട് കാര്യം, നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണ്ടോ? യൂസ് ചെയ്യണ്ട? പാസ്വേഡ് അറിയണ്ടേ എല്ലാവർക്കും? ഇല്ലല്ലോ. അതാ യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നേരത്തെ തന്നെ വിളിച്ചപ്പോഴും ഞാൻ കേട്ടുവിടും. നിങ്ങൾക്ക് ജിമെയിൽ ID ഉണ്ടോ? അതിൻ്റെ പാസ്വേഡ് അറിയോ? സത്യം പറഞ്ഞോട്ടെ, ഞാൻ കാണാറുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇവിടെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിൽ ഇരിക്കുന്ന സമയത്ത് പേയ്മെൻറ്റ് ഓപ്ഷനൊക്കെ വരുമ്പോൾ മെയിൽ ID യും പാസ്വേഡൊക്കെ ചോദിക്കും. അപ്പോൾ ചോദിച്ചില്ലേ നിങ്ങളടുത്ത്? സാറി ഒരു ഗ്യാങ് എങ്ങനെടാ ഫുള്ള് എന്ത് പറഞ്ഞാലും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പോകണ്ടല്ലേ? നീ പറഞ്ഞു വേണ്ട, ഇതാണ് പോകണ്ടെന്ന് പറഞ്ഞപ്പോഴും. അപ്പോൾ കുഴപ്പമില്ല, തുടരാം. അപ്പോൾ അടുത്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ
ചില ആൾക്കാർക്ക് മെയിലിലെ പാസ്വേഡ് ഞാൻ ചോദിക്കുകയാണ്, പേയ്മെൻറ്റ് ഓപ്ഷൻ ചോദിച്ചപ്പോൾ പറയാണ് അപ്പോൾ ആ കുട്ടി കിട്ടണില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം? അപ്പോൾ ആ കുട്ടിയുടെ അമ്മേനെ നോക്കുന്നുണ്ട്, അമ്മ കുട്ടിയെ നോക്കുന്നുണ്ട്, ഞാനിവർ രണ്ടുപേരും നോക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഞാൻ ചോദിക്കണം എന്താ സംഭവം എന്ന് വെച്ചാൽ കുട്ടി പറഞ്ഞു ചാലക്കുടിയിലുള്ള അക്ഷയൽ ചേച്ചിക്കാണ് അറിയുള്ളൂ. അല്ല, ആ കുട്ടി സത്യം പറഞ്ഞു. കാരണം ആ ചേച്ചിയാണ് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതും എല്ലാം ചെയ്ത് ചേച്ചിയാണ്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ ഒരു കമ്പനി നിങ്ങളെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ മെയിലിലേക്കാണ് അവർ മെയിൽ അയക്കുള്ളൂ. നിങ്ങൾ നോക്കാത്ത കാരണം കൊണ്ട് ജോലി പോയ ആൾക്കാരുള്ള കോളേജാണ്. ജോലി കിട്ടിയിട്ടും ഓഫർ ലെറ്റർ വന്നിട്ട് അറിയാണ്ട് ഓപ്പൺ ചെയ്യാൻ മറന്നുപോയി, അതുപോലും ചെയ്യാൻ പറ്റിയില്ല ഒരു പയ്യന്. അങ്ങനെ അവർ നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊരു മെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം, അതിൻ്റെ പാസ്വേഡ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. എവിടെ നോട്ട് ചെയ്ത് വെക്കും? അപ്പോൾ ഞാൻ വീണ്ടും പറയാം, എവിടെ വയ്ക്കും? ഫോണിൽ വയ്ക്കും. എന്നിട്ട് ആ ഫോൺ കൊണ്ട് കളയും അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും മെയിൽ ഐ ഡിയും പാസ്വേഡും കൃത്യമായിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇപ്പോൾ ശ്രദ്ധിച്ചാലേ നിങ്ങളതൊക്കെ നോട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളായാലും ഭയങ്കര ഇമ്പോർട്ടൻസ് കാര്യമാണ് കേട്ടോ പറയണേ. അത് നിങ്ങൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ തുടരാണ്. പിന്നെ ഇത് മെയിൻ സാധനം കേട്ടോ ഞാൻ പറയാൻ പോണേ. ഇപ്പം ഇന്ന് അത് ഞാനിപ്പോൾ പറയാനല്ലേ, പിന്നെ പറയാം. വേണ്ട നിങ്ങൾ നിർബന്ധിക്കണ്ട. അത് ഒരു കാര്യം, ഈ കോളേജിൽ പ്ലേസ്മെൻറ്റ് സെല്ല് ഒരു ടീമല്ലേ ഉള്ളൂ, ഇത്ര പേരല്ലേ ഉള്ളൂ. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ പുറത്തുണ്ടാ. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങും ഓരോ കമ്പനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സാറ് ചോദിക്കും, ആർക്കൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ കോൾ വന്നു തമ്പിടാൻ പറയും. തമ്പിട്ടുകൊണ്ടിരിക്കും ടക്ക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാരാന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കയറി നോക്കി പേര്. അപ്പോഴാണ് കൊടക്കമ്പി, ആരുടെ കൊടക്കമ്പി, പിന്നെ കുറുമ്പിപ്പാറു, അല്ല നൈസ് പേരള, പിന്നെ നക്ഷത്രം 3 എണ്ണം, പിന്നെ അങ്ങനത്തെ, പിന്നെ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ വിശ്വസിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കണമെങ്കിൽ 2 തുമ്പി. അപ്പോൾ ഇത് ആ തുമ്പി അറിയണ്ട നമുക്ക് പേരില്ലല്ലോ, ഹാപ്പി ബർത്ത്ഡേ സാർ. അപ്പോൾ ഞാനിത് ആരെന്നറിയേണ്ടത് ഇറങ്ങുമ്പോൾ ഞാൻ ആ ഡി പി തൊട്ടാക്കിയപ്പോൾ വേറെ ഏതൊരു ഫോട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പ്ലേസ്മെൻ്റ് ആയാലും ശരി, ക്ലാസ് ഗ്രൂപ്പ് ആയാലും ശരി, വേറെ എന്ത് ഗ്രൂപ്പായാലും ശരി, നിങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ പേര്, ക്ലാസ് ഒക്കെ പറഞ്ഞു വേണം പരിചയപ്പെടുത്താൻ. ഇപ്പോൾ നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണമെന്ന് അറിയോ, നാളെ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്ക് ലാപ്ടോപ്പ് വേണം. ആ മെസ്സേജ് ഞാൻ ചിലപ്പോൾ കാണുന്നത് ചിലപ്പോൾ വൈകിട്ടായിരിക്കും. അപ്പം ഞാൻ ചോദിക്കും ഇതാരാണ്? അവൻ സിനിമയ്ക്കും പോയി കളിയും കഴിഞ്ഞ് വരുമ്പോൾ 10:30 11 ഇൻ്റർവ്യൂ എപ്പോഴാ? നാളെ 9 മണിക്ക് കേട്ടാ. എങ്ങനെ ശരിയാവാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ പേര്, ക്ലാസ്, ഇപ്പോൾ സ്ലോട്ടിൻ്റെ സമയം, എപ്പോഴാണ് ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുത്താനായിട്ട്. എന്നാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് കൊടക്കമ്പി കുറുമ്പിപ്പാറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ സ്ഥിരം കണ്ടുവരുന്നൊരു പ്രശ്നം കേട്ടോ, അതാ പറഞ്ഞത് ഞാൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും കൈയടിക്കാൻ പോവാ. ഇപ്പോൾ എല്ലാവരും ഉറക്കൊക്കെ പോയില്ലേ? ഇപ്പോൾ ഉറങ്ങിയിട്ടില്ലേ? ഇവൻ എന്ത് പറഞ്ഞാലും ആളെ കിട്ടിയിട്ടെങ്കിൽ ഞാൻ കുറച്ചേരം കാണുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ഉഷാറാവട്ടെ. ധൃതിയുണ്ടെന്ന് പറയാം പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ക്രൈസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ? എന്തുകൊണ്ടാണ് ഇഷ്ടം വന്നേ? സിനിമയിൽ കണ്ടിട്ടാണോ? ക്യാമ്പസ് കോളേജ് കണ്ടാ പോയിട്ട്? എവിടെയൊക്കെ കണ്ടു? ലൈബ്രറി കണ്ടാ? ക്യാൻറ്റീൻ? ഓ, സിനിമയിൽ കണ്ടിട്ടുണ്ടോ ക്രൈസ്റ്റ്? ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്? നിറം, നേരത്തെ പറഞ്ഞ പാച്ച് പറഞ്ഞ നിറം. പിന്നെ പുതിയ മുഖം. പിന്നെ പിന്നെ തട്ടത്തി മറയത്താ 2018. അതെ. പിന്നെ കഴിഞ്ഞ 2020 അപൂർവരാഗം, ഇഷ്ടം പോലെ ജോർജ് പൂരം, റിംഗ് മാസ്റ്റർ. ഇപ്പം എന്താ നോക്ക്, ഇത് എവിടെയായിരുന്നു ഇത്ര നേരം സൗണ്ടൊക്കെ? അപ്പോൾ ശരി, അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക, അതിൻ്റെ ഒപ്പം കോളേജ് എൻജോയ് ചെയ്യുക. എല്ലാ സിനിമയിലും പറയുന്ന പോലെ കലാലയ ജീവിതം എപ്പോഴും വളരെ മനോഹരമാണ്. അപ്പോൾ എല്ലാവരും
ഹാപ്പിയായി അടിച്ചു വിളിക്കുക. പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തമാശ രൂപേണ പറഞ്ഞാലും ശരി, സീരിയസ് ആയിട്ട് ഞാനേ ഒരു കാര്യം കൂടി പറയാം. സാർ സൈഡെല്ലാം ബാക്ക് ഇടാൻ പറ്റുമോ സാറേ? അപ്പോൾ ഇത്രേ ഉള്ളൂ, സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുന്നു വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫൈനൽ ഇയർ ആകുമ്പോൾ നല്ല കമ്പനിയിൽ ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. So thank you, Vaishak. A few words about Vaishak. Vaishak is no stranger to this campus. He has been an alumni of our campus itself. 8 years back, when this college last won the D Zone, I think Vaishak was the art secretary. So the D Zone has come back again. So then, if Vaishak was the art secretary, now he is the placement secretary. So big round of applause to Vaishak. Vaishak is also a very versatile talent in the sense that he is a percussion artist. എന്ന് പറഞ്ഞാൽ വാദ്യ കലാകാരൻ. He has been a performer at almost all top temples in Kerala. Plus he is also an actor in certain movies. You can get the details from him. So we are very happy that we have got such a expert in connecting with the students as our placement secretary. So going forward, I think you will be able to interact more with Vaishak in the days to come. Why I would like to elaborate this is that Vaishak has also been the recipient of the Salguna Award for Calicut University. So this is a very prestigious award which is given to a student from Calicut University. So it's again a matter of great pride for us. Why I have been elaborating this is today happens to be the birthday of Vaishak. So please sing a birthday song in honor of Vaishak. So, thank you for the applause and the birthday song. Mani sir, I'll take 3 more minutes and I'll finish off. So, I have something which is very serious and needs to be discussed with you. Arti will be moving out of the internship very shortly to focus back on studies. We are looking forward to 1 or 2 interns who will work at the placement cell. The job description is given here. You should be proficient in MS Excel, PPT and Word, or else you should be willing to learn. If you're not proficient, no problem. You should be willing to learn this on the job or outside the job. You also should be able to multitask, do multiple things at the same time, prioritize what you want to do, and should be comfortable working under tight deadlines. We operate on a very fast-paced, extremely demanding circumstances. So those who are willing to stand up to the pressure, please apply. You should be good communicators. You should be able to interact with people very well. And most important, you should be able to stretch. You should be able to walk that extra mile for students of this institution. The positions are open to students irrespective of gender. Both boys and girls can apply. We would prefer people who stay close by to the college because of the simple reason that you will be required to work late hours, long hours, either early morning, late nights, etc. You will be required to work. You should be physically fit. If in case you have medical problems, you may require rest, medication, attention, etc. This is not for you. But if you are comfortable, if you are physically fit and you have the right attitude, please do apply. You will be given a certificate of internship at the end of your internship, and you will be receiving a token stipend every month or at whatever frequency the management deems fit. Okay. The return, more important, will be the amount of learning, growth and development that you will have. If you look at Arati, she was a first year student when she came in. The amount of change that has happened because of the exposure she received in the placement cell is fabulous. So I would say that please don't miss this opportunity. We are at room number SJ17 in the St. Joseph's block. Please visit us. We will give you further details and we will let you know how you will take the assessment process for becoming an intern at the placement cell. It's not an easy task, but it will be worth the risk and strain that you will be taking. What is next? Okay. So we are through with the placement session. If you have got any questions, you are free to ask. 1 or 2 minutes we'll spend if you have any questions on anything that was discussed here. If we have the answers, we will reply right now. If we need to check back and reply to you, we will do that also.
one by one, you can come and scan this QR code for giving your feedback. Please come and scan this QR code and you can scan this QR code and give your feedback. You know how to scan, right? Please scan this QR code and give your feedback. With this, the session will be over. I would express my sincere thanks to Mani sir, all the teachers, rest of the teachers, CG Miss, and the student volunteers from Tavanish for facilitating this particular program. It was quite interesting and nice seeing you all of here. We wish you the very best for your future. Thank you. Please take the feedback session, feedback forms very seriously. We look forward to your feedback. Please do it before 9 p.m. tonight itself. Please scan the QR code. You will get a feedback form. Please fill it up and complete it by 9 p.m. tonight. Thank you. നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇന്ന് 9 മണിക്ക് മുമ്പായിട്ട് ചെയ്യുക. ഇനി അല്ലെങ്കിൽ ആരെങ്കിലും QR കോഡിൻ്റെ നിങ്ങളുടെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്, ക്ലാസ് ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അറ്റൻഡൻസ് കൊടുക്കുക. നാളെ ഇതുപോലെ തന്നെ സെയിം 9 AM ക്ലാസ് റൂമിൽ റിപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വെന്യൂവിലേക്ക് പോകുന്നതായിരിക്കും. നാളെ എ ബാച്ച് ആണ് BP സെമിനാർ ഹാളിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ. അപ്പോൾ രാവിലെ നിങ്ങൾ ക്ലാസ് റൂമിൽ റിപ്പോർട്ട് ചെയ്യുക. 9 AM to 3:30 PM വരെയാണ് നമ്മുടെ ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം ഈ ദിവസങ്ങളിൽ ക്ലാസ്സുകൾ നടക്കുന്നത്. 3:30 PM വരെയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ഫ്രാൻസിസ് ബാസ്റ്റൻ സാറും ടീം മെമ്പേഴ്സും ഉണ്ട്. അവർക്കെല്ലാവർക്കും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു.